പോകുന്നത് ഫിസിക്സിലെ +2 ചാപ്റ്റർ 1 ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ആ മുഴുവൻ ചാപ്റ്ററിന്റെയും ഒരു റിവിഷൻ ആണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഫോക്കസ്ഡ് ഏരിയയിലുള്ള എല്ലാ ടോപ്പിക്സും ഒരു നോട്ടിന്റെ രൂപത്തിൽ കവർ ചെയ്യും എന്ന് മാത്രമല്ല കുറച്ച് പ്രോബ്ലംസും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാല് +2 ഫിസിക്സ് പരീക്ഷയ്ക്ക് 6 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആയിട്ടും കിട്ടും. അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ വരുന്ന ടോപ്പിക്സ് എന്ന് നോക്കാം. ഫോക്കസ് ഏരിയ, അതിൽ വരുന്ന ടോപ്പിക്സ് ഇലക്ട്രിക് ചാർജ്, കൂലോംസ് ലോ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ഫ്ലക്സ്, ഇലക്ട്രിക് ഡൈപോൾ, ഗോസസ് ലോ, അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ. അപ്പൊ ആദ്യമായി ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇലക്ട്രിക് ചാർജ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. There are two kinds of electric charges. ഏതൊക്കെയാണ്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. മാത്രമല്ല ലൈക്ക് ചാർജസ് റിപ്പൽ, അൺലൈക്ക് ചാർജസ് അട്രാക്ട്. ലൈക്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള ചാർജസ്. ഉദാഹരണത്തിന് ഒരു പോസിറ്റീവ് ചാർജും മറ്റൊരു പോസിറ്റീവ് ചാർജും അടുത്ത് വന്നാൽ അവ റിപ്പൽ ചെയ്യും, മാറിപ്പോവും. അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ചാർജും മറ്റൊരു നെഗറ്റീവ് ചാർജും അടുത്ത് വന്നാൽ അവയും തമ്മിൽ മാറിപ്പോകും. അൺലൈക്ക് ചാർജസ് അട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും, വ്യത്യസ്ത തരം രണ്ട് ചാർജുകൾ അടുത്ത് വന്നാൽ അവ അട്രാക്ട് ചെയ്യും. അപ്പൊ ഇതാണ് ചാർജിന്റെ ഒരു ബേസിക് പ്രോപ്പർട്ടി. പിന്നെ പറയുന്നത് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഇസ് കൂലോം. അതിന്റെ സിമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ സി. ഇനി പ്രത്യേകിച്ച് നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യമാണ് ചാർജ് ഓൺ എ പ്രോട്ടോൺ പ്ലസ് ഇ. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവും പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവുമാണ്. അത് പൊതുവെ നമ്മൾ ഫിസിക്സിൽ പല സ്ഥലത്തും ഇ എന്നൊരു ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിന്റെ വാല്യൂ എത്രയാണ്? 1.6 × 10⁻⁻19 കൂലോം. ഈ വാല്യൂ നിങ്ങൾ ഓർത്ത് വെക്കണം. ചാർജ് ഓൺ ആൻ ഇലക്ട്രോൺ മൈനസ് ഇ ഈക്വൽ ടു -1.6 × 10⁻⁻19 കൂലോം. ഇനി നമുക്ക് എങ്ങനെയൊക്കെ ഒരു ചാർജ് ബോഡി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ബോഡിയെ എങ്ങനെ ചാർജ് ചെയ്യാം എന്ന് നോക്കാം. ബോഡി ക്യാൻ ബി ചാർജ് ബൈ കോണ്ടാക്ട്, അതൊരു മാർഗം. രണ്ടാമത് ബൈ ഫ്രിക്ഷൻ. മൂന്നാമത്തെ മാർഗം ബൈ ഇൻഡക്ഷൻ. ഈ ചാർജിങ് ബൈ കോണ്ടാക്ട് എന്നാൽ എന്താ? ബൈ ടച്ചിങ് വിത്ത് ചാർജ് ബോഡി. അപ്പൊ ചാർജ് ഇല്ലാത്ത ഒരു വസ്തുവിനെ ചാർജ് ഉള്ള ഒരു വസ്തു കൊണ്ട് ടച്ച് ചെയ്താൽ അതിന് ചാർജ് ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് ചാർജ് ഇല്ലാത്ത ഒരു ബോൾ ആണെന്ന് വിചാരിക്കാം. അതിനെ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു വസ്തു കൊണ്ട് ടച്ച് ചെയ്താൽ അതിന് പോസിറ്റീവ് ചാർജ് ലഭിക്കും. അതുപോലെ തന്നെ ചാർജ് ഇല്ലാത്ത ഒരു വസ്തുവിനെ നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു വസ്തു കൊണ്ട് ടച്ച് ചെയ്താൽ അതിന് നെഗറ്റീവ് ചാർജ് ലഭിക്കും. അതിനെയാണ് ചാർജിങ് ബൈ കോണ്ടാക്ട് എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ ഒരു വസ്തുവിനെ ചാർജ് ചെയ്യുന്നത് ചാർജ് ബൈ ഫ്രിക്ഷൻ എന്നാണ്. ഇവിടെയും കോണ്ടാക്ട് സംഭവിക്കുന്നുണ്ട്. എന്താണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ? ബൈ റബ്ബിംഗ്. ചാർജിങ് ബൈ റബ്ബിംഗ്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വസ്തുക്കളെ തമ്മിൽ ഉരതുമ്പോഴാണ് അവയ്ക്ക് ചാർജ് ഉണ്ടാവുന്നത്. The object that gains electrons becomes negative and that loses electrons becomes positive. അപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ കമ്പിളി കൊണ്ട് ഒരു സ്റ്റീൽ റോഡിനെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിനെ ഇങ്ങനെ റബ്ബ് ചെയ്യാണെന്ന് വിചാരിച്ചോ. അപ്പൊ എന്ത് ചെയ്യും? കമ്പിളി പുതപ്പിലുള്ള കുറച്ച് ഇലക്ട്രോണുകൾ ആ സ്കെയിലിലേക്ക് പോകും. അങ്ങനെ പോകുന്ന സമയത്ത് കമ്പിളി പുതപ്പ് കുറച്ച് ഇലക്ട്രോൺസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് എന്ത് ചാർജാ ഉണ്ടാവുക? പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ സ്കെയിലിനോ കുറച്ച് ഇലക്ട്രോൺസിനെ കിട്ടുകയാണ് ചെയ്യുന്നത്. അതിന് കുറച്ച് എക്സസ് ഇലക്ട്രോൺസ് ഉണ്ട്, കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ അത് നെഗറ്റീവ് ആയിരിക്കും. അതെന്താ അങ്ങനെ? പൊതുവെ ഒരു അൺചാർജ്ഡ് ആയ ഒബ്ജക്റ്റിന് എക്സ്ട്രാ ഇലക്ട്രോണും ഇല്ല, എക്സ്ട്രാ പ്രോട്ടോണും ഇല്ല. അവയിലുള്ള ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. ഇനി കുറച്ച് എക്സ്ട്രാ ഇലക്ട്രോണുകൾ കിട്ടിയാൽ when the object gains electrons
കണ്ടോ, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് അല്ലേ? അപ്പോ അതിന് കൂടുതൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ അതൊരു നെഗറ്റീവ്ലി ചാർജ് ബോഡിയാവും. ഇനി അതേപോലെ ഒരു വസ്തു കുറച്ച് ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടാൽ അതിൽ ഇലക്ട്രോണുകളുടെ നമ്പർ കുറഞ്ഞില്ലേ? അപ്പൊ താരതമ്യേന അതിന് കൂടുതൽ പ്രോട്ടോൺസ് ഉണ്ടാവില്ലേ? അപ്പൊ അതിന് ഒരു പോസിറ്റീവ് ചാർജ് ആണ് ഉള്ളത്. ഇനി ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അപ്പോ ബൈ കോണ്ടാക്ട് ആണെങ്കിലും ബൈ ഫ്രിക്ഷൻ ആണെങ്കിലും രണ്ട് വസ്തുക്കൾ തമ്മിൽ ടച്ച് ചെയ്യുന്നുണ്ട്, കോണ്ടാക്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ചാർജിങ് വിത്തൗട്ട് ആക്ച്വലി ടച്ചിങ് ദ ഒബ്ജക്ട് എന്നാണ്. അപ്പൊ ചാർജിങ് ബൈ ഇൻഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ബോൾ ഉണ്ട്. തുടക്കത്തിലെ ഈ ബോളില് ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇത് അൺചാർജ്ഡ് ആണ്. ഇനി ഇതിനെ ചാർജ് ചെയ്യാൻ നമ്മൾ ഒരു പോസിറ്റീവ് റോഡ് ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. അപ്പൊ എന്താവും? ഇലക്ട്രോൺസ് ഒക്കെ ആ പോസിറ്റീവ് റോഡ് ഇവിടെ ഉള്ളത് കൊണ്ട് അതിനോട് അട്രാക്റ്റഡ് ആവും. അൺലൈക്ക് ചാർജസ് അട്രാക്ട് എന്നല്ലേ. അപ്പൊ അതൊക്കെ ഒരു ഭാഗത്തേക്ക് നീങ്ങി നിൽക്കും. ആ നീങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ പ്ലാസ്റ്റിക് റോഡ് അവിടെ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യും? മറ്റേ ഭാഗം എർത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് കണക്ട് ചെയ്യുക. ഭൂമിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ഭാഗമല്ലേ ഭൂമിയിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഭൂമിയിൽ നിന്ന് ഇഷ്ടം പോലെ ഇലക്ട്രോൺസ് കയറി വന്ന ആ പോസിറ്റീവ് ചാർജിനെ എല്ലാം ന്യൂട്രലൈസ് ചെയ്യും, ഇല്ലാതാക്കും. അപ്പോ എന്ത് സംഭവിച്ചു? ഇവിടെ ഉള്ള പോസിറ്റീവ് ചാർജ് ഒക്കെ ഇലക്ട്രോൺസ് കുറച്ച് അധികം ഇവിടേക്ക് കയറി വന്ന് ഇതിനൊക്കെ ന്യൂട്രലൈസ് ചെയ്തു. എന്നിട്ട് നമ്മൾ തേർഡ് സ്റ്റെപ്പില് ആ എർത്ത് എന്നുള്ള അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ നിന്നുള്ള കണക്ഷൻ അങ്ങോട്ട് ഇല്ലാതാക്കും. സ്പിയർ ഇസ് ഡിസ്കണക്റ്റഡ് ഫ്രം ഗ്രൗണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ റോഡ് ഇതുവരെ ഇതിനെ ടച്ച് ചെയ്തിട്ടില്ല കേട്ടോ, ശ്രദ്ധിക്കണം. ഈ റോഡ് ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? ആ ഭൂമിയിൽ നിന്ന് കയറി വന്ന എക്സ്ട്രാ ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഇലക്ട്രോൺസ് ഇവിടെ സ്പ്രെഡ് ആവും. അപ്പൊ നമുക്ക് ഒരു ചാർജ്ഡ് ഒബ്ജക്റ്റ് കിട്ടിയില്ലേ? അപ്പൊ ശ്രദ്ധിക്കുക, ഒരു പ്ലാസ്റ്റിക് റോഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ഒരു ബോളിന്റെ അടുത്ത് കൊണ്ടുവന്നാല് അത് നെഗറ്റീവ് ചാർജ്ഡ് ബോഡി ആയിട്ടാണ് മാറുന്നത് ഇൻഡക്ഷൻ കൊണ്ട്. ബൈ കോണ്ടാക്ട് ആണെങ്കിലോ പോസിറ്റീവ് ചാർജ് ഇതിനെ തൊട്ട് കഴിഞ്ഞാൽ ഇതിനും പോസിറ്റീവാ കിട്ടുന്നത്. പക്ഷെ ഇൻഡക്ഷനിൽ നോക്ക്, ഓപ്പോസിറ്റ് ചാർജ് ആണ് ലഭിക്കുന്നത്. ഇനി ഇതുപോലെ നമുക്കൊരു പോസിറ്റീവ് ചാർജ് ഉള്ള ബോൾ ഉണ്ടാക്കണമെങ്കിൽ എന്തായിരിക്കും കൊണ്ടുവരണ്ടേ? തുടക്കത്തിൽ നമ്മൾ ഒരു നെഗറ്റീവ് ചാർജ് റോഡായിരിക്കും കൊണ്ടുവരേണ്ടത്. എന്തായാലും നിങ്ങൾ ഓർക്കുക, ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ആക്ച്വലി ടച്ചിങ്. അതൊരു 4 സ്റ്റെപ്പ് പ്രോസസ് ആയിട്ട് നടക്കുന്നത്. ഇനി ഒരു പക്ഷേ എക്സാമിന് നിങ്ങളോട് ഷോ ഹൗ ടു ചാർജ് എ ബോഡി ബൈ ഇൻഡക്ഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പുകൾ എഴുതാം, ഈ ചിത്രം വരയ്ക്കാം. അത് വളരെ എളുപ്പത്തിൽ കാര്യം മനസ്സിലാവും. കൂടുതൽ വിശദീകരണ ആവശ്യം ഇല്ല. ഇനി അടുത്ത ചാർജസിന്റെ ബേസിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് 3 ബേസിക് പ്രോപ്പർട്ടിയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസിനെ കുറിച്ചാണ്. ചാർജസ് ആർ ക്വാണ്ടൈസ്ഡ്. ക്വാണ്ടൈസേഷൻ ആണ് ചാർജിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടി. വാട്ട് ഈസ് മെന്റ് ബൈ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്? Electric charge is always an integral multiple of E. ഇലക്ട്രിക് ചാർജ് ഒരു വസ്തുവിന് എപ്പോഴും E എന്ന ഒരു സംഖ്യയുടെ മൾട്ടിപ്പിൾ ആയിട്ടാണ് ഉണ്ടാവുന്നത്. അതിനെ നമ്മൾ ഇക്വേഷൻ രൂപത്തിൽ Q is equal to plus or minus NE. ഇന്റെ വാല്യൂ എത്ര ഓർമ്മയില്ലേ? 1.6 into 10 raised to minus 19 കൂളോം. What is meant by quantization of charge? എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. ഇലക്ട്രിക് ചാർജ് is always an integral multiple of E. Q is equal to plus or minus NE. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇതുകൂടി എഴുതാം. E is equal to 1.6 into 10 raised to minus 19 കൂളോം. ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? നമ്മൾ കണ്ടു, ഇലക്ട്രോണുകൾ ഒരു വസ്തുവിലേക്ക് വരുമ്പോഴാണ് അതിന് നെഗറ്റീവ് ചാർജ് ഉണ്ടാവുക, പോവുമ്പോഴാണ് അതിന് പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക. ഒരു പകുതി ഇലക്ട്രോൺ പോവില്ലല്ലോ, അല്ലെങ്കിൽ ഒരു ഭാഗം ഇലക്ട്രോൺ പോവുകയോ വരികയോ ചെയ്യില്ലല്ലോ. ഇലക്ട്രോണുകൾ എപ്പോഴും അത് ഒരു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് പോവുക. ഉദാഹരണത്തിന് ഒരു 100 ഇലക്ട്രോൺസ് പോയി. അങ്ങനെയാണെങ്കിൽ
അതിന് +100 ചാർജ് ആയിരിക്കും. അഥവാ 1000 ഇലക്ട്രോൺസ് കിട്ടി എങ്കിൽ എത്രയായിരിക്കും? 1000 ചാർജ് ആയിരിക്കും അതിനുണ്ടാവുക. അല്ലാതെ ഒരു 1.5 ഇലക്ട്രോൺ പോകുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതേപോലെ ഒരു 1.25 ഇലക്ട്രോൺ പോകുന്നതോ? ഇല്ല. അപ്പോ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ചില സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻ തരും. Q = 5.6 E. പോസിബിൾ ആണോ? അല്ല. Q = 200 E. പോസിബിൾ ആണോ? ആണ്. അപ്പൊ അതുപോലെയാണ് ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുക. എന്തായാലും ഈ കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ചാർജ് ഇസ് കൺസേർവ്ഡ്. The total charge of an isolated system is always constant. The charge is conserved. ഇതിനു മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എനർജി is conserved എന്നൊക്കെ. അതുപോലെ തന്നെ ചാർജും കൺസേർവ്ഡ് ആണ്. അതായത് അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് പുതുതായി ഒരു ചാർജ് ഉണ്ടാക്കാനോ നഷ്ടപ്പെടുത്താനോ സാധിക്കുന്നതല്ല. ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റാനേ പറ്റുള്ളൂ. അപ്പൊ അത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം? Charges cannot be created nor be destroyed. It can only be transferred from one object to another. അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങൾക്ക് പറയാം, the total charge of an isolated system is always constant. What is meant by additivity of charges? Charges add ചെയ്യപ്പെടുന്നു. If a system contains n number of charges, Q1, Q2, Q3, Q4, etc. up to Qn, then the total charge of the system is Q1 plus Q2 plus Q3 plus Q4 plus etc. up to Qn. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ചാർജ് പ്ലസോ മൈനസോ ആവാലോ. അപ്പൊ അത് കൺസിഡർ ചെയ്യണം. ഉദാഹരണത്തിന് ഒരു വസ്തുവിന് +2 കൂലോം -3 കൂലോം ചാർജ് കിട്ടി. അപ്പൊ അതിന്റെ ടോട്ടൽ ചാർജ് എത്രയാണ്? +2 -3 = -1 കൂലോം. ആ പ്ലസ് മൈനസ് നിങ്ങൾ ശ്രദ്ധിക്കണം ചാർജുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ. ഇനി അടുത്ത ഇത് നോക്കാം, കൂലോംസ് ലോ. അടുത്ത ടോപ്പിക് എന്താണ്? കൂലോംസ് ലോ. കൂലോംസ് ലോ പറഞ്ഞു തരുന്നത് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എത്രയാണെന്നാണ്. നമുക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. Coulomb's law states that the force between two charges is directly proportional to the product of the charges and inversely proportional to the square of the distance between them. ഇനി അത് ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് എഴുതാം F is proportional to Q1 Q2 by R². അഥവാ F is equal to a constant K. K എന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഇൻറ്റു Q1 Q2 by R² എന്ന് തന്നെ പറയാം. ഇവിടെ Q1 എന്നുള്ളത് ഒരു ചാർജ് ആണ്, Q2 എന്ന് പറയുന്നത് മറ്റൊരു ചാർജ് ആണ്. അവ തമ്മിലുള്ള ദൂരമാണ് R. കണ്ടോ, ദൂരം കൂടുന്തോറും അവ തമ്മിലുള്ള ഫോഴ്സ് കുറയും. അതാണ് ഡിവൈഡഡ് ബൈ R². ഇനി ചാർജിന്റെ അളവുകൾ കൂടുമ്പോഴോ ഫോഴ്സ് കൂടും. Q1 ഇൻറ്റു Q2 എന്നാണ് വരുന്നത്. ഇനി ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ എത്രയാ? 1/4πε0 Q1 Q2 by R². ഇവിടെ ε0 എന്ന് പറയുന്നതിന് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ് പറയാം. അപ്പൊ ഈ രണ്ട് ചാർജുകളും എയറിലോ അല്ലെങ്കിൽ വാക്വത്തിലോ ഒരു ഫ്രീ സ്പേസിലോ ഇരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. മീഡിയത്തിലാവുമ്പോൾ മാറ്റം ഉണ്ടാവുകയെ. എന്തായാലും വാട്ട് ഈസ് കൂളംസ് ലോ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് എഴുതാം. സ്റ്റേറ്റ്മെന്റ് ഓർത്തു വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇക്വേഷൻ എങ്കിലും എഴുതുക. ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ എത്രയാ? ഒന്നുകിൽ K = എന്ന് എഴുതാം, അല്ലെങ്കിൽ 1/4πε0 എന്ന് എഴുതാം. 9 × 10⁹. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക, കാരണം പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഈ വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ഈ കൂളോംസ് ലോ പഠിച്ചു കഴിഞ്ഞാൽ ഇത് വെച്ചുള്ള ഒരു സിമ്പിൾ പ്രോബ്ലം എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ ഒരു പ്രോബ്ലം. ഫൈൻഡ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ് ഓഫ് +1.0 coulomb and -2.0 coulomb located 0.50 meter apart in air. അപ്പോൾ ഫോഴ്സ് എന്താണ്? നമ്മൾ കണ്ടല്ലോ കൂളോംസ് ലോ. F is equal to K Q1 Q2 by R².
ഇനി വാല്യൂസ് കൊടുക്കാം. നമ്മൾ മുമ്പത്തെ സ്ലൈഡ് കണ്ടു. K is equal to 9 into 10 raised to 9. ഈ യൂണിറ്റ് ഒന്നും എഴുതാൻ നിർബന്ധമില്ല കേട്ടോ. പിന്നെ Q1 എത്രയാണ്? +1 അല്ലേ? അപ്പൊ ഇൻറ്റു +1 കൂലോംബ് എന്ന് എഴുതിയെന്നേ ഉള്ളൂ. Q2 is equal to -2. അപ്പൊ -2 ഇൻറ്റു -2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. R എത്രയാണ്? 0.50 മീറ്റർ. അപ്പൊ 0.50 മീറ്റർ സ്ക്വയർ. അപ്പൊ ഈ യൂണിറ്റുകളൊന്നും ഇവിടെ എഴുതാൻ നിർബന്ധമില്ല കേട്ടോ, നമ്പറുകൾ മാത്രം എഴുതിയാലും മതി. ഇനി ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉത്തരം എത്രയാ കിട്ടുക? ഇവിടെ പ്ലസും ഉണ്ട്, ഇവിടെ മൈനസും ഉണ്ട് അല്ലെ? അപ്പൊ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉത്തരം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് 0.5ന്റെ സ്ക്വയർ, അതായത് 0.25 കൊണ്ട് നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്രയാണ് ഉത്തരം കിട്ടുക. അപ്പൊ -7.2 into 10 raised to 10 ന്യൂട്ടൺ. ന്യൂട്ടൺ എന്നതാണ് ഫോഴ്സിന്റെ യൂണിറ്റ്. അപ്പൊ ഇത്രയും എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മൈനസ് സൈൻ ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒന്ന് പോസിറ്റീവ് ചാർജും ആണ്, ഒന്ന് നെഗറ്റീവ് ചാർജും ആണ്. അപ്പൊ അവ തമ്മിലുള്ള ഫോഴ്സ് എങ്ങനെയായിരിക്കും? അൺലൈക്ക് ചാർജസ് അട്രാക്ട്. അപ്പൊ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് അട്രാക്ഷൻ. അപ്പൊ അവ തമ്മിലുള്ള ഫോഴ്സ് അട്രാക്ഷൻ ആയിരിക്കും. എപ്പോ നിങ്ങൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടും ഫോഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം അത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. നെഗറ്റീവ് ഫോഴ്സ് ഷോസ് അട്രാക്ഷൻ. ഇനി റിപ്പൽഷൻ ആണെങ്കിലോ പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ നോക്കുക, രണ്ടും പോസിറ്റീവ് ചാർജ് ആയിരുന്നു എങ്കിൽ നമുക്കിവിടെ ഫോഴ്സ് പോസിറ്റീവ് അല്ലേ? അപ്പൊ രണ്ട് പോസിറ്റീവ് ചാർജസ് തമ്മിൽ റിപ്പൽ ചെയ്യുന്ന നിങ്ങൾക്ക് അറിയില്ലേ? അതുപോലെ തന്നെ ഇത് രണ്ടും നെഗറ്റീവ് ചാർജ് ആയിരുന്നു എന്ന് വെക്കാം. അപ്പോ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ അവ തമ്മിൽ റിപ്പൽഷൻ ആയിരിക്കും. എപ്പോഴും പോസിറ്റീവ് ആണ് ഫോഴ്സ് എങ്കിൽ അത് കാണിക്കുന്നത് റിപ്പൽഷൻ ആണ്. നെഗറ്റീവ് ആണ് ഫോഴ്സ് എങ്കിൽ അത് കാണിക്കുന്നത് അട്രാക്ഷൻ ആണ്. അപ്പൊ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവ വ്യത്യസ്ത ചാർജുകളായിരിക്കും, അൺലൈക്ക് ചാർജസ് ആയിരിക്കും. ഇനി അവ തമ്മിലുള്ള ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് പോസിറ്റീവ് വാല്യൂ ആണ് അതിന് കിട്ടുന്നതെങ്കിലോ അതൊന്നെങ്കിൽ രണ്ടും നെഗറ്റീവ് ചാർജ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അവ തമ്മിലുള്ളത് റിപ്പൽഷൻ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അപ്പൊ നമ്മൾ കൂളോംസ് ലോ എന്താണെന്ന് കണ്ടു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇലക്ട്രിക് ഫീൽഡ്. അടുത്ത ഫോക്കസ് ഏരിയ. ഇലക്ട്രിക് ഫീൽഡ് എന്നാൽ എന്താ? റീജിയൻ അറൌണ്ട് എ ചാർജ് വേർ ഇറ്റ്സ് ഇഫക്റ്റ് ക്യാൻ ബി ഫെൽറ്റ്. വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം എഴുതിയാൽ മതി. റീജിയൻ അറൌണ്ട് എ ചാർജ് വേർ ഇറ്റ്സ് ഇഫക്റ്റ് ക്യാൻ ബി ഫെൽറ്റ്. നമ്മൾ പറഞ്ഞു ഒരു ചാർജ് സ്ഥലത്ത് വെച്ച് വേറൊരു ചാർജ് അതിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന ഒന്നെങ്കിൽ അട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ റിപ്പൽ ചെയ്യും. ഈ കൊണ്ടുവന്ന ചാർജിനെ എങ്ങനെ അറിയുന്നേ ഇവിടെ ചാർജ് ഉണ്ടെന്ന്? അതറിയാൻ കാരണം എല്ലാ ചാർജുകളുടെ ചുറ്റും, റീജിയൻ അറൌണ്ട് എ ചാർജ്, എല്ലാ ചാർജുകളുടെ ചുറ്റും അതിന്റെ ഇഫക്റ്റ് ഉണ്ടെന്ന് അറിയിക്കുന്ന ഒരു സംഭവമുണ്ട്. അതിനെ നമ്മൾ എന്ത് പറയാ? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. ഇനി ഇലക്ട്രിക് ഫീൽഡ് എത്രത്തോളം ആയിരിക്കും? ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന ലെറ്റർ കൊണ്ടാണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇ ഈസ് ഈക്വൽ ടു F/Q, ഫോഴ്സ് പെർ ചാർജ്. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അഥവാ വെറുതെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാലും E is equal to F/Q. ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇലക്ട്രിക് ഫീൽഡ് is equal to ഫോഴ്സ് ബൈ ചാർജ്. അപ്പൊ അതിന്റെ SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ കൂളോം. ഫോഴ്സിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ അല്ലേ, ചാർജിന്റെ കൂളോം. അപ്പൊ അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളോം ആണ്. അതിന് വേറൊരു യൂണിറ്റും കൂടി ഉണ്ട്, വോൾട്ട് പെർ മീറ്റർ. അത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ കാണും. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ല. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഫോഴ്സും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലേ? ഫോഴ്സ് വെക്റ്റർ ആണ്, ചാർജ് സ്കെയിലാർ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റർ ആണ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് നമ്മൾ കൂളംസ് ലോ കണ്ടതപ്പോ നമ്മൾ പറഞ്ഞു F is equal to 1/4πε0 Q1 Q2 by R square. ഇനി ഡിവൈഡഡ് ബൈ Q വരുമ്പോ ഒരു Q അങ്ങോട്ട് വെട്ടിപ്പോവും. അപ്പോ അതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോർമുല എന്താ? 1/4πε0
Q by R square into unit vector R. ഇതൊരു ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി കൊടുത്തതാണ് കേട്ടോ. നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് Q is equal to 1 by 4 pi epsilon naught Q by R square. രണ്ട് Q ഇല്ല, ഒരു Q ഉള്ളൂ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 1 by 4 pi epsilon നോട്ടിന്റെ വാല്യൂ എന്താന്ന് ഓർമ്മയില്ലേ? നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോ ഉപയോഗിച്ചല്ലേ? എന്താണ്? 9 into 10 raised to 9. ഇനി കുറെ ചാർജസ് ഉണ്ടെന്നുണ്ട് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പോയിന്റില് ആ എല്ലാ ചാർജുകളും കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും? ഓരോന്ന് കാരണവും എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് കണ്ടിട്ട് അതിനെ എല്ലാത്തിനെയും കൂടി ഒരു വെക്ടേഴ്സിനെ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ് ER is equal to E1R plus E2R plus E3R etc. up to ENR. അപ്പൊ n ചാർജസ് ഉണ്ടെങ്കിൽ ഓരോന്നും കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് അതിനെ ആഡ് ചെയ്യണം. ഇനി നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡ് വെച്ചിട്ട് ഒരു സിമ്പിൾ പ്രോബ്ലം നോക്കാം. A positive charge of 1 into 10 raised to minus 5 coulomb experiences a force of 0.2 Newton when located at a certain point in an electric field. What is the electric field strength at that point? നോടി നോക്കാം. ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതിന് ഒരു ഫോഴ്സ് ഉണ്ട്, ഫോഴ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. എത്രയാണ്? 0.2 ന്യൂട്ടൺ. When located at a certain point in an electric field. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചപ്പോഴാണ് അതിന് ഈ ഫോഴ്സ് ഉണ്ടായത്. അപ്പൊ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്നാണ് നമ്മൾ കാണേണ്ടത്. ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് എത്രയാണെന്ന്. അപ്പൊ ഫോഴ്സ് തന്നിട്ടുണ്ട്, എത്രയാണ്? 0.2 ന്യൂട്ടൺ. ചാർജ് തന്നിട്ടുണ്ട്, ആ പോസിറ്റീവ് ചാർജ് നമ്മൾ വെച്ചത് എത്രയാണ്? Q is equal to 1 into 10 raised to minus 5 coulomb. അപ്പോ ഇത്ര ഒരു ചാർജ് ഉണ്ട്, ഇത്രയും ഫോഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും? ഫോഴ്സ് ബൈ ചാർജ്. അപ്പോ 0.2 divided by 1 into 10 raised to minus 5 coulomb. അപ്പൊ 2 into 10 raised to 4 ന്യൂട്ടൺ per coulomb. അപ്പൊ ഇത് സിമ്പിൾ അല്ലേ? അപ്പൊ ഇങ്ങനെ ചെറിയൊരു പ്രോബ്ലം കിട്ടിയാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. അപ്പോ E is equal to F by Q എന്ന ഫോർമുലയാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. ഇനി അടുത്ത ഒരു സിമ്പിൾ പ്രോബ്ലം നോക്കാം. മറ്റേ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്, കൂലോംസ് ലോന്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്. What is the electric field strength at a point that is 0.30 meter to the right of a small sphere with a charge of minus 4.0 into 10 raised to minus 6 coulomb? ഇതാണ് ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യാ? ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ്? നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. At a point that is 0.30 meter to the right of a small sphere. അപ്പോൾ ഒരു ചെറിയ സ്പിയർ ഉണ്ട്, ഒരു ചെറിയ ഗോളമുണ്ട്, അതിന് ഒരു ചാർജ് ഉണ്ട്. ചാർജ് എത്രയാണ്? minus 4.0 into 10 raised to minus 6. ഇനി അതിന്റെ എത്ര ദൂരെയാണ് നമ്മൾ പോയിന്റ് എടുത്തിരിക്കുന്നത്? 0.30 മീറ്റർ. അപ്പൊ ഈ ദൂരത്തിൽ ഇവിടെ ഒരു ചാർജ് ഉണ്ട്, അതിന്റെ D എന്ന ഡിസ്റ്റൻസ് ഇതാ. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം E is equal to 1 by 4 pi epsilon naught Q by R square അല്ലെങ്കിൽ D square. ഇവിടെ ഡിസ്റ്റൻസിന് D എന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. 1 by 4 pi epsilon naught ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് K എന്ന് ഇട്ടെന്നേ ഉള്ളൂ. മറ്റേ ഇക്വേഷൻ എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്കറിയാം, 9 into 10 raised to 9 into Q. ആ ചാർജിന്റെ വാല്യൂ ഇവിടെ കൊടുക്കുക, ഡിവൈഡഡ് ബൈ R square അല്ലെങ്കിൽ D square. ഡിയും തന്നിട്ടുണ്ട്, അതും എഴുതാം. എന്നിട്ട് ഇത് സോൾവ് ചെയ്യാം. കണ്ടോ, ഇത് നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ മൈനസ് എന്നുള്ളത് ഇലക്ട്രിക് ഫീൽഡിൽ വന്നു. കണ്ടോ, ഇലക്ട്രിക് ഫീൽഡിന് ഒരു ദിശ കൊടുത്തിട്ടുണ്ട് അല്ലെ? അത് ഇങ്ങോട്ടാണ് ഉള്ളത്. ഇത് നെഗറ്റീവ് ചാർജ് ആണ്, അപ്പൊ അതിലേക്കാണ് ഉള്ളത്. നമ്മൾ ഇനി പോസിറ്റീവ് ചാർജിനും നെഗറ്റീവ് ചാർജിനും ഒക്കെ ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ എങ്ങനെയാണെന്നുള്ളത് കാണാട്ടോ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ്സ് ഡയറക്ഷൻ ഈസ് ടു ദ ലെഫ്റ്റ് ഇൻ ടു ദ നെഗറ്റീവ് ചാർജ്.
ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിലേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇനി നമുക്ക് വേറൊരു സിമ്പിൾ പ്രോബ്ലം കൂടി കാണാം. ഞാൻ കൂടുതൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വിചാരിച്ചാൽ ഈ ഫോർമുലകളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. E is equal to F/Q, അതേപോലെ E is equal to KQ/R². രണ്ട് ഇക്വേഷനും പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നത്. A positive test charge of 5 × 10⁻⁻6 coulomb is in an electric field that exerts a force of 2 × 10⁻⁴ Newton on it. What is the magnitude of the electric field at the location of the test charge? Appa E is equal to F/Q അറിയാം. F തന്നിട്ടില്ലേ? ഫോഴ്സ് എത്രയാണ്? 2 × 10⁻⁴ Newton. ചാർജും തന്നിട്ടുണ്ട്. എത്രയാണ്? 5 × 10⁻⁻6 കൂലോം. അപ്പോ E is equal to F/Q എന്ന് എഴുതാം. എഫിന് ആ വാല്യൂ കൊടുക്കുക, ക്യൂവിന് ആ വാല്യൂ. കണ്ടോ, ഇവിടെ മൈക്രോ കൂലോംബ് എന്നാണ് തന്നിരിക്കുന്നത്. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6 എന്നാണ് അർത്ഥം. അത് ഓർക്കണം കേട്ടോ. ചിലപ്പോ നിങ്ങൾക്ക് പ്രോബ്ലത്തില് ചാർജ് വളരെ 1 കൂളം ചാർജ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ചാർജാണ്. പ്രാക്ടിക്കലായിട്ട് അങ്ങനെ അത്രയും വലിയ ചാർജ് ഉണ്ടാവാറില്ല. അപ്പൊ പൊതുവേ നമ്മൾ കാണാറ് മൈക്രോ കൂലോം, നാനോ കൂലോം എന്നൊക്കെയാണ്. അപ്പൊ ഈ സിമ്പിൾ ആണ് മ്യൂ. അത് മൈക്രോ കൂളമ്പിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ 10⁻⁻6 എന്നാണ് എഴുതേണ്ടത്. 5 × 10⁻⁻6. അപ്പൊ അത് സോൾവ് ചെയ്യുമ്പോൾ 40 എന്ന് കിട്ടും. 40 Newton/coulomb. The same direction of the force since test charge is positive. കണ്ടോ, പോസിറ്റീവിൽ നിന്ന് പുറത്തേക്ക്. മുമ്പത്തെ പ്രോബ്ലത്തിൽ കണ്ടോ, നെഗറ്റീവിന് അകത്തേക്ക്, പോസിറ്റീവിന് പുറത്തേക്ക് ആയിരിക്കും ചാർജ്. ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, അതാണ് അടുത്ത ടോപ്പിക്. അത് എങ്ങനെയാണെന്ന് നോക്കാം. വാട്ട് ഈസ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ? അതിന്റെ ഡെഫിനിഷൻ എന്താ? ദ പാത്ത് അലോങ് വിച്ച് എ പോസിറ്റീവ് ചാർജ് വുഡ് മൂവ് ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ടു ഡു സോ. അപ്പോ ഒരു പോസിറ്റീവ് ചാർജ് ഒരു സ്ഥലത്ത് വെച്ചാ അതെങ്ങനെ മൂവ് ചെയ്യുന്നു? അതിന്റെ പാത്തിനെ, അത് പോയ പാതയാണ് നമ്മള് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എങ്ങനെയായിരിക്കും കാണാൻ ഉണ്ടാവുക? അപ്പോ അത് ഇമാജിനറി ലൈൻസ് ആണ് കേട്ടോ. നമ്മൾ ഇമാജിൻ ചെയ്യാണ് ഒരു ചാർജിന്റെ ചുറ്റുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈന് എങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഏത് ദിശയിലായിരിക്കും ഉണ്ടാവുക, അതെല്ലാം നമ്മൾ നോക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു ആൻ ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ്. അപ്പൊ ഒരു പോസിറ്റീവ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡൈവേർജിങ് ആയിരിക്കും, പുറത്തേക്ക് പോകുന്നതായിരിക്കും. കേട്ടോ, പോസിറ്റീവിന്ന് പുറത്തേക്ക്. അങ്ങനെ ഓർത്താൽ മതി. പോസിറ്റീവ് ചാർജിന് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങോട്ടായിരിക്കും? പുറത്തേക്ക്. കേട്ടോ, Q > 0 എന്ന് പറഞ്ഞാൽ Q is പോസിറ്റീവ് എന്നാണ് അർത്ഥം. 0 വലിയ സംഖ്യനല്ലേ പോസിറ്റീവ് എന്ന് പറയാം. അപ്പൊ Q പോസിറ്റീവ് ആവുമ്പോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കണ്ടോ, ഡൈവേർജിങ് ആണ്, പുറത്തേക്കായിരിക്കും. ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു ആൻ ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? കൺവേർജിങ്. എല്ലാം കൂടി കണ്ടോ, കൺവേർജിങ്, അകത്തേക്ക്. Q <0 എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ്. 0 ചെറിയ സംഖ്യകളെയാണ് നമ്മൾ നെഗറ്റീവ് എന്ന് പറയാ അല്ലെ. അപ്പോ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന്റെ അകത്തേക്കായിരിക്കും ഉണ്ടാവുക. പോസിറ്റീവിന്ന് പുറത്തേക്ക്, നെഗറ്റീവില് അകത്തേക്ക്. ഇനി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു എ ഡൈപോൾ. ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഡൈ എന്ന് പറഞ്ഞാൽ രണ്ട്, ഡൈപോൾ എന്ന് പറഞ്ഞാൽ a positive and a negative charge separated by a small distance. നമ്മൾ കൂടുതൽ ഡൈപോൾസിനെ കുറിച്ച് കാണും കേട്ടോ. ഇപ്പൊ നമുക്ക് ഫീൽഡ് ലൈൻ എങ്ങനെ ഇരിക്കുന്നു നോക്കാം. ഇവിടെ ഒരു +Q ചാർജും ഇവിടെ ഒരു -Q ചാർജും വെച്ചാൽ ഇതൊരു ഡൈപോൾ ആണ്. ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും. അപ്പോ നമ്മൾ പറഞ്ഞല്ലോ പോസിറ്റീവിന്ന് പുറത്തേക്ക്. കണ്ടോ, ഫീൽഡ് ലൈൻസ് പോകുന്നത് എങ്ങനെയാ? പുറത്തേക്ക്. നെഗറ്റീവിന്റെ അകത്തേക്ക്. കണ്ടോ, അകത്തേക്കാണ് ഫീൽഡ് ലൈൻസ് ഒക്കെ പോകുന്നത്.
അപ്പൊ പോസിറ്റീവിൽ നിന്ന് പുറത്തേക്ക് പോയി നെഗറ്റീവിന്റെ അകത്തേക്ക് വരും. അപ്പൊ ഇവരുടെ ഇടയിലുള്ള ലൈൻസ് ഒക്കെ അതുണ്ടോ, പോസിറ്റീവിന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവില് അവസാനിക്കുന്ന രീതിയിലായിരിക്കും. ഉണ്ടോ, ഇവിടുന്ന് പോസിറ്റീവിന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ അവസാനിക്കും. ആരോ മാർക്കിന്റെ ഡയറക്ഷൻ നോക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ വന്നാൽ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഈ ചിത്രം അങ്ങോട്ട് വരച്ചു വെച്ചാൽ മതി. ഇനി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു പോസിറ്റീവ് ചാർജസ്, 2 പോസിറ്റീവ് ചാർജസ്. അപ്പൊ ഇതൊരു പ്ലസ് ചാർജ്, ഇത് മറ്റൊരു പ്ലസ് ചാർജ്. കണ്ടോ, രണ്ടിന്റെയും പുറത്തേക്കാ. കണ്ടോ, കണ്ടോ ഈ ഫീൽഡ് ലൈൻസ് തമ്മിൽ ഉന്തി വിടുന്നത് പോലെ ഇല്ലേ? അതുകൊണ്ടാണ് ഈ പോസിറ്റീവും ചാർജ് അടുത്തേക്ക് വന്നാൽ റിപ്പൽ ചെയ്ത് പോകും. ഇത് കണ്ടോ, തമ്മിൽ വലിച്ചു കൂട്ടുന്നത് പോലെ ഇല്ലേ? അതുകൊണ്ടാണ് ഈ പോസിറ്റീവും നെഗറ്റീവും ചാർജ് അടുത്ത് വന്ന് അങ്ങനെ അട്രാക്ട് ചെയ്ത് വരുന്നത്. അത് വലിച്ചു മുറുക്കുന്ന പോലെയാ. ഇവിടെയോ തമ്മിൽ ഉന്തി വിടുക. കണ്ടോ, രണ്ടിനും പുറത്തേക്കാ പോകുന്നത് ഇങ്ങനെ. അപ്പൊ അത് റിപ്പൽ ചെയ്യും. ഇനി നേരെ മറിച്ച് ഇത് രണ്ടും നെഗറ്റീവ് ആന്ന് വെച്ചാല് പേടിക്കണ്ട, ഇതുപോലെ തന്നെ ലൈൻസ് വെച്ചാൽ മതി. പക്ഷെ ഡയറക്ഷൻ ഇങ്ങനെ അകത്തേക്ക് വരയ്ക്കണം എന്ന് മാത്രം. ഇവിടെ ആരോ മാർക്ക് പുറത്തേക്കല്ലേ വരയ്ക്കുന്നേ. ഇതിന് പകരം നെഗറ്റീവ് ആണെങ്കിലോ അകത്തേക്ക് വരയ്ക്കണം. പക്ഷെ വരയ്ക്കുന്നതിന്റെ ഷേപ്പ് ഒക്കെ ഇതുപോലെ തന്നെ ഇരിക്കണം. ഇനി നമുക്ക് ഫീൽഡ് ലൈൻസിന്റെ പ്രത്യേകിച്ചുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചില സമയത്ത് മൾട്ടിപ്പിൾ ചോയ്സിലൊക്കെ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, അതല്ലെങ്കിൽ വിച്ച് ഓഫ് ദീസ് ആർ എ പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എളുപ്പത്തിൽ എഴുതാം. അപ്പൊ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് അറ്റ് പോസിറ്റീവ് ചാർജ് and end at negative charge. നമ്മൾ കണ്ടല്ലോ, പോസിറ്റീവും നെഗറ്റീവും രണ്ടെണ്ണം വെച്ചപ്പോ പോസിറ്റീവിന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവില് എൻഡ് ചെയ്തു. For an isolated charge, electric field lines start or end at infinity. ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ചാർജിന്ന് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലായിരിക്കും, ദൂരേക്ക് ഇങ്ങനെ പുറത്തേക്ക് പോവുക. അതേപോലെ നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ ഇൻഫിനിറ്റിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്യുന്നത് ആ ചാർജിലായിരിക്കും. അപ്പോ മറ്റേ അറ്റം ഇൻഫിനിറ്റിയിലായിരിക്കും ഒരു ഐസൊലേറ്റഡ് ചാർജ് ആണെങ്കിൽ, ഒറ്റയ്ക്ക് നിൽക്കുന്ന ചാർജ് ആണെങ്കിൽ. ഇൻ എ ചാർജ് ഫ്രീ റീജിയൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ്, ദേ ഡു നോട്ട് ബ്രേക്ക്. അപ്പൊ ഒരു ചാർജ് ഇല്ലാത്ത സ്ഥലത്ത് ഫീൽഡ് ലൈൻ ഇങ്ങനെ മുറിക്കാനൊന്നുമില്ല, മുറിയാതെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കണം. പക്ഷെ ഒരു ചാർജ് വന്നാലോ അവിടെ ഒരു മുറിവ് വരും. ഞാൻ മുമ്പത്തെ സ്ലൈഡ് കാണിക്കാം. കണ്ടോ, ചാർജ് ഇല്ലാത്ത ഇവിടെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോവാണ്. ഇവിടെ ചാർജ് വന്നാൽ അവിടെ ഒരു ബ്രേക്കായി. കണ്ടോ, അവിടെ നിന്ന് ഇവിടെയും കണ്ടോ ചാർജ് വന്ന് ബ്രേക്കായി. ചാർജ് ഇല്ലെങ്കിൽ ഇത് അങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഇനി അടുത്തത് നോക്കാം. Two electric field lines do not intersect each other. Do not intersect എന്ന് പറഞ്ഞാൽ എന്താണ്? അവ തമ്മിൽ ഇങ്ങനെ ക്രോസ് ചെയ്യൂല. എന്തുകൊണ്ടാണ് ക്രോസ് ചെയ്യാത്തത്? എപ്പോഴും നമ്മൾ കാണുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. Two electric field lines do not intersect each other. Why? എന്തുകൊണ്ടാണ് അവ ഇന്റർസെക്ട് ചെയ്യാത്തത്? If they intersect, the positive charge can move in 2 directions at that point, which is not possible. നമ്മൾ തുടക്കത്തിലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറഞ്ഞാല് ഡിഫൈൻ ചെയ്തു. അതെങ്ങനെ ഡിഫൈൻ ചെയ്തേ? ഒരു പോസിറ്റീവ് ചാർജ് ഒരു സ്ഥലത്ത് വെച്ചാൽ അത് എങ്ങോട്ട് പോകുന്നു ആ പാതയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ അല്ലേ? ഇനി അവ തമ്മിൽ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈനിൽ ഇന്റർസെക്ട് ചെയ്യാന്ന് വിചാരിച്ചോ. അപ്പൊ ആ ഇടയിൽ ഒരു പോസിറ്റീവ് ചാർജ് വെച്ചാൽ അതിന് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ള സംശയത്തിൽ നിൽക്കും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. എപ്പോഴും നമ്മളിപ്പോ ഒരു റോട്ടിൽ പോകുമ്പോ രണ്ട് റോഡ് കണ്ട അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന് സംശയിച്ച് നിൽക്കുന്ന പോലെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒന്നും നിൽക്കില്ല. അവയ്ക്ക് എങ്ങോട്ട് പോകണം എന്നുള്ളതിന് ഒരൊറ്റ വഴിയേ ഉണ്ടാവുള്ളൂ. ഈ രണ്ട് വഴി കാണുന്ന ഒരു സിറ്റുവേഷൻ ഒരിക്കലും അവയ്ക്ക് വരില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും രണ്ട് ഫീൽഡ് ലൈനുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല. സോ why two electric field lines do not intersect എന്ന ചോദ്യം കിട്ടിയാൽ നിങ്ങൾ എന്ത് എഴുതണം? If they intersect, the positive charge can move in 2 directions at that point, which is not possible. So they do not intersect. In a uniform electric field, the field lines are parallel. പറഞ്ഞാല്
യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണെങ്കിൽ പാരലൽ ആയിട്ട് സമാന്തരമായിട്ടാണ് ഇലക്ട്രിക് ഫീൽഡുകൾ ലൈൻസ് പോവുക എന്നാണ് അതിന്റെ അർത്ഥം. അതായത് അവ കൂട്ടിമുട്ടില്ല. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എപ്പോഴും ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? സമാന്തരമായിട്ട് ഇങ്ങനെ വരകളായിട്ട് പോകും. Number density of electric field lines gives the electric field strength of the electric field at that point. അങ്ങനെ പറഞ്ഞാല് കൂടുതൽ ഡെൻസ് ആയിട്ട് കൂട്ടം കൂടി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരു ഭാഗത്ത് ഉണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് അഥവാ ഈ വളരെ കൂടുതലായിരിക്കും. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി കുറച്ചുള്ള സ്ഥലത്താണെങ്കിലോ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പൊ നമ്മൾക്ക് മുമ്പ് കണ്ട പിക്ചർ തന്നെ നോക്കാം. ഇവിടെ നോക്ക്, ഈ രണ്ടെണ്ണത്തിന്റെ ഇടയിൽ കുറെ ഫീൽഡ് ലൈനുകൾ കുറച്ച് സ്ഥലത്ത് തന്നെ വരച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ ഡെൻസിറ്റി കൂടുതലാ. ഇവിടെയൊക്കെ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തും കൂടുതലായിരിക്കും. നമ്മൾ ഒരു വട്ടട്ടാല് അതിൽ 3 ലൈൻ വരുന്നുണ്ട്. അപ്പൊ കൂടുതൽ തിക്കായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഉണ്ട്. അപ്പൊ അവിടെ ഇലക്ട്രിക് ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. ഇനി നമുക്കറിയാം ചാർജുകളിൽ നിന്ന് വളരെ ദൂരെ പോയാൽ ഇലക്ട്രിക് ഫീൽഡ് കുറവാണ്. അവിടെ ഒരു വട്ടം ടോക്ക് ആകെ ഒരു വരയായിക്കൂടെ പാസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഡെൻസിറ്റി വളരെ കുറവാണ്. അവിടെ ഈ ഫീൽഡ് സ്ട്രെങ്ത് കുറവായിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ ഈ ചാർജിന്റെ അടുത്തേക്ക് പോവുക, അവിടെ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലല്ലേ. അവിടെ നോക്കുമ്പോൾ ഡെൻസ് ആയിട്ടാണ്, തിക്കായിട്ടാണ് ഫീൽഡ് ലൈൻസ് ഉള്ളത്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. ഇനി ദൂരേക്ക് പോയാലോ അവിടെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇവിടെയൊക്കെ കണ്ടോ, ചാർജിന്റെ അടുത്ത് തിക്കായിട്ട് ലൈൻസ് ഉണ്ട്. അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. ദൂരേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ലൈൻസിന്റെ ഡെൻസിറ്റി കുറയും, അതുപോലെ ഇന്റൻസിറ്റിയും കുറയും. ഇനി the tangent drawn to the electric field line at a point gives the direction of electric field at a point. അത് അധികം ഇതാക്കണ്ട. ടാൻജന്റ് ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ, ഒരു കേവ് പോലെയാണെങ്കിൽ അവിടെ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അതിനൊരു ടാൻജന്റ് വരച്ചാൽ മതി. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ്. ഉണ്ടോ, അവ ഒന്ന് ബ്രേക്ക് ചെയ്യും. ഒരു ചാർജ് വന്നാൽ അവിടെ ബ്രേക്ക് ചെയ്യും. അപ്പൊ അവ ക്ലോസ്ഡ് ലൂപ്സ് ആവുന്നില്ല, അവ എപ്പോഴും ബ്രേക്ക് ചെയ്യും. ഇനി നമ്മൾ കാണുന്ന അടുത്ത ടോപ്പിക്കാണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. അപ്പൊ വാട്ട് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. ഇവിടെ നോക്കുക, ഈ ചിത്രത്തിൽ ഇങ്ങനെ ഒരു സർഫസ് കാണാം. സർഫസ് എന്ന് പറഞ്ഞാൽ ഈ ഡെൽറ്റ എസ് എന്നുള്ള സർഫസ്. ഇതില് കുറെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കണ്ടോ, ഇതൊക്കെ പാരലൽ ആണ്. പാരലൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ് എന്നാണ് അർത്ഥം. അപ്പോ ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി, നോർമലി എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർലി എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ലംബമായി എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ നോർമലി പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. ഒരു സർഫസിലൂടെ എത്ര പോകുന്നോ അതിനെയാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫ്ലക്സിന് ഫൈ, ഈ ചിഹ്നത്തിന് നമ്മൾ പറയുന്നതാണ്, അല്ലെങ്കിൽ ഈ സിമ്പിളിന് നമ്മൾ പറയുന്നതാണ് ഫൈ. ഫൈ എന്നൊരു സിമ്പിൾ കൊണ്ടാണ് ഇലക്ട്രിക് ഫ്ലക്സ് ഡിനോട്ട് ചെയ്യുന്നത്. ആ ഫൈ, ഡെൽറ്റ ഫൈ ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡെൽറ്റ എസ്. ഡെൽറ്റ എസ് എന്നുള്ള ഒരു ഏരിയയിലൂടെ ഉള്ള ഇലക്ട്രിക് ഫ്ലക്സ് ഡെൽറ്റ ഫൈ ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡെൽറ്റ എക്സ്. ഇവിടെ ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. പൊതുവെ നമ്മൾ ഫിസിക്സിൽ ഏരിയനെ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. ഏരിയനെ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുമ്പോൾ അതിന്റെ ദിശ അല്ലെങ്കിൽ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ആ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ ആണ് അതിനെടുക്കുക. അപ്പൊ ഇവിടെ കണ്ടോ, ഈ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ് പോകുന്നത്. ഡെൽറ്റ എസ് എന്ന് പറയുന്നത് അതിന് പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ ഇ ഡോട്ട് ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ ഇ ഡെൽറ്റ എസ് കോസ് തീറ്റ. രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് അതിന് നമ്മൾ ഇ ഇൻറ്റു ഡെൽറ്റ എസ് ഇൻറ്റു കോസ് തീറ്റ എന്നാ പറയുന്നത്. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇലക്ട്രിക് ഫീൽഡും ഈ ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയാം. ഉദാഹരണത്തിന് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഡെൽറ്റ എസ് എപ്പോഴും
ഇതൊരു സർഫസ് ആണെന്ന് വിചാരിച്ചോ. ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഡെൽറ്റ എസിന്റെ ഡയറക്ഷൻ എടുക്കുന്നത്. അപ്പൊ ഈ ഏരിയയും ഇതാണ് ഏരിയ. ഏരിയയും ഡെൽറ്റ എസും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇ. ഇയും ഡെൽറ്റ എസും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. അതാണ് ഈ ഇക്വേഷനിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ശ്രദ്ധിക്കുക, അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ചാർജ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫ്ലക്സും സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ SI യൂണിറ്റ് എത്രയാണ്? ന്യൂട്ടൺ പെർ കൂളം മീറ്റർ സ്ക്വയർ. കണ്ടോ, ന്യൂട്ടൺ കൂളം റേസ് ടു -1 മീറ്റർ സ്ക്വയർ. ഇത്രയുമാണ് ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. A uniform electric field E is equal to 8000 Newton per coulomb passing through a flat square area. A is equal to 10 meters square. Determine the electric flux. അപ്പൊ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നതെന്ന്. നമ്മൾ പറഞ്ഞു ഏരിയയുടെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഏരിയ. അപ്പോൾ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് 8000 ന്യൂട്ടൺ പെർ കൂളം എന്ന് തന്നിട്ടുണ്ട്. ഏരിയ എത്രയാണ്? 10 മീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ തീറ്റ എത്രയാണ്? കണ്ടോ, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്, ഏരിയയും ഇങ്ങോട്ട്. അപ്പൊ ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രി. അപ്പോ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ എന്നല്ലേ, is equal to EA cos theta. ഇക്വേഷൻ പഠിക്കണം കേട്ടോ. Flux is equal to EA cos theta. E 8000, A 10, cos theta cos 0. Cos 0ന്റെ വാല്യൂ എത്രയാണ്? 1. അപ്പൊ 8000 into 10 into 1. അപ്പൊ 80,000 അല്ലെങ്കിൽ 8 into 10⁴ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം. ന്യൂട്ടൺ പെർ കൂളം എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ്. ഏരിയയുടെ മീറ്റർ സ്ക്വയർ അല്ലേ, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതി, അത്രേ ഉള്ളൂ. അപ്പൊ ഈ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക് ആണ് ഇലക്ട്രിക് ഡൈപോൾ. അപ്പോ ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്നാൽ എന്താണ്? A pair of equal and opposite point charges Q and -Q separated by a small distance 2a. കണ്ടോ, +Q -Q രണ്ട് ചാർജുകൾ ഉണ്ട്. അവ തമ്മിലുള്ള ദൂരം 2a. പൊതുവെ നമ്മൾ ഡൈപോള് പറയുമ്പോൾ തമ്മിലുള്ള ദൂരം a എന്നല്ല ഉപയോഗിക്കാറ്, 2a എന്നാണ് ഉപയോഗിക്കാറ്. അതിന്റെ സൗകര്യം എന്താന്ന് വിചാരിച്ചാൽ, അതിന്റെ നടുവിൽ നിന്ന് നമ്മൾ നടുവിലൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് +Qയിലേക്കുള്ള ദൂരവും a ആണ്, -Qയിലേക്കുള്ള ദൂരവും a ആണെന്ന് പറയാലോ. അതിനു വേണ്ടിയിട്ടാണ് പൊതുവെ നമ്മൾ 2a എന്നാണ് രണ്ട് ചാർജസ് തമ്മിലുള്ള ദൂരം കാണിക്കാറ് ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ച് പറയുമ്പോൾ മാത്രം. അപ്പൊ വാട്ട് ഈസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? ഈ ചിത്രം വരയ്ക്കുക. ഒരു പോസിറ്റീവ് ചാർജും ഒരു മൈനസ് ചാർജും, അവ തമ്മിലുള്ള ദൂരം 2a. A pair of equal and opposite charges separated by a distance 2a. ഇനി ഒരു പ്രത്യേകതയുണ്ട്, ഡൈപോളിന്റെ ടോട്ടൽ ചാർജ് 0 ആയിരിക്കും. അതുപോലെ തന്നെ ടോട്ടൽ ഫോഴ്സ് ഓൺ എ ഡൈപോളും 0 ആയിരിക്കും. അപ്പൊ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ +Q -Q, അത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാ? 0. ഇനി നമ്മള് ഒരു ഫോഴ്സ് കൊടുത്തു എന്ന് വിചാരിച്ചോ, F എന്നുള്ള ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ +Q ആണല്ലോ, ഒന്ന് -Q ആണ്. അപ്പൊ +Qന്റെ മുകളില് ഒരു ചാർജ്, ഇവിടെ ഒരു +Q ചാർജ് വെച്ചാല് അത് ഇങ്ങോട്ട് വലിക്കും. -Qനെ അല്ല, +Q ആണ്, ഇവിടെ ഒരു +Q ചാർജ് വെച്ചാൽ എന്താവും? അത് Qനെ റിപ്പൽ ചെയ്യും, -Qനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ടോട്ടൽ ഫോഴ്സ് 0 ആണെന്ന് പറയുന്നത്. ഇനി വേറൊരു ക്വാണ്ടിറ്റി കൂടി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. അപ്പൊ വാട്ട് ഈസ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് ചോദിച്ചാൽ P is equal to Q into 2a എന്ന് എഴുതിയാൽ മതി. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ ആണ് P. P is equal to Q into 2a. Q എന്ന് പറഞ്ഞാല് ഒരു ചാർജ് ആണ്, 2a എന്ന് പറഞ്ഞാല് ഈ രണ്ട് ചാർജുകളും തമ്മിലുള്ള ദൂരമാണ്. അതിന്റെ SI യൂണിറ്റ് എന്താണ്? കൂലോംബ് മീറ്റർ. ചാർജിന്റെ കൂളംബ് അല്ലേ, 2a എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് അല്ലേ, അതിന്റെ മീറ്റർ അല്ലേ. അപ്പൊ SI യൂണിറ്റ് എന്താണ്? കൂലോംബ് മീറ്റർ.
അപ്പൊ വാട്ട് ഇസ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഈ ചിത്രം വെച്ചോ. +q - q തമ്മിലുള്ള ദൂരം 2a. എന്നിട്ട് p is equal to q into 2a. ഇനി it is a vector quantity. Electric dipole moment is a vector quantity and it is directed from -q to +q. അപ്പൊ ഇത് -q ഇത് +q ആണെങ്കിൽ പിന്റെ ഡയറക്ഷൻ വരയ്ക്കാൻ പറഞ്ഞ എവിടേക്ക് വരയ്ക്കണം? ഈ -q-ന്ന് +q-ലേക്ക് ഒരു ആരോ മാർക്ക് ഇടണം കേട്ടോ. കാരണം ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പി എപ്പോഴും -q-ൽ നിന്ന് +q-ലേക്ക് ആയിരിക്കും. ഇനി നമുക്കൊരു സിമ്പിൾ പ്രോബ്ലം കാണാം. എങ്ങനെയാ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് കാണുക? 2 charges 20 microcoulomb and -20 microcoulomb. കണ്ടോ? ഒരേ അളവിലുള്ള പോസിറ്റീവും നെഗറ്റീവും ചാർജ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഡൈപോൾ ആണെന്ന്. ദേ ആർ സെപ്പറേറ്റ് 4 millimeter apart. അവ തമ്മിലുള്ള ദൂരം 4 millimeter ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതി? 2a is equal to 4 into 10⁻³ millimeter എന്ന് പറയുമ്പോൾ 10⁻³ meter. മൈക്രോ കൂളോം എന്ന് പറഞ്ഞാൽ 10⁻⁻6 കൂളോം. അത് ഓർത്ത് വെക്കുക. അപ്പൊ 2 charges 20 microcoulomb and -20 microcoulomb are 4 millimeter apart. Determine the electric dipole moment of the system. If the charges are in a medium, will the dipole moment change? രണ്ടാമത്തെ ചോദ്യമാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താ? Determine the electric dipole moment of the system. അപ്പൊ നമ്മൾ പഠിച്ചു P is equal to Q into 2a. Q തന്നിട്ടുണ്ട്, 2a എന്ന് പറഞ്ഞാലും തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇത് 2a ആണ്, a അല്ല കേട്ടോ. രണ്ട് ചാർജുകളും തമ്മിലുള്ള ദൂരം a എന്നല്ല നമ്മൾ എടുത്തിരിക്കുന്നത്, 2a എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ 2a ആണ് 4 millimeter. അപ്പൊ Q into 4 into 10⁻⁻3. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഉത്തരം കിട്ടും. 8 into 10⁻⁸ കൂളോം മീറ്റർ. അപ്പൊ നമ്മൾ ഡൈപോള് മൊമെന്റ് കണ്ടു, ഡൈപോൾ മൊമെന്റ് കണ്ടു. അടുത്ത ചോദ്യം എന്താണ്? ഇഫ് ദ ചാർജസ് ആർ ഇൻ എ മീഡിയം. ഇത് വായുവിലല്ല, വാക്യത്തിലല്ല. ഇനിയിപ്പോ എണ്ണയിലോ വെള്ളത്തിലോ അങ്ങനെ ഏതെങ്കിലും ഒരു മീഡിയത്തിൽ കൊണ്ടുവച്ചാല് ഈ ഡൈപോൾ മൊമെന്റ് മാറുമോ എന്നാണ് ചോദ്യം. മാറുമോ? ഇല്ല. ഡൈപോൾ മൊമെന്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ നേച്ചർ ഓഫ് ദ മീഡിയം ബിറ്റ്വീൻ ദ ചാർജസ്. ചാർജിനെയും അവ തമ്മിലുള്ള ദൂരത്തെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഈ ചാർജുകൾ എവിടെ കൊണ്ടുവയ്ക്കുന്നു എന്നുള്ളത് ഡൈപോൾ മൊമെന്റിനെ ഡിപ്പെൻഡേ ചെയ്യില്ല. അപ്പൊ എന്താണ്? ഈ രണ്ട് ചാർജും ഏത് മീഡിയത്തിൽ വെച്ചാലും ഡൈപോൾ മൊമെന്റ് സെയിം തന്നെ ആയിരിക്കും. ഇനി അടുത്ത ടോപ്പിക് വരുന്നതാണ് ദ ഫീൽഡ് ഓഫ് എ ഇലക്ട്രിക് ഡൈപോൾ. അപ്പൊ ഒരു ഇലക്ട്രിക് ഡൈപോള് വെച്ച് കഴിഞ്ഞാല് അത് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? അത് രണ്ട് പ്ലേസസിൽ നോക്കും. ഒന്ന് 4 points ഓൺ ദ ആക്സിസ്. ഈ ചിത്രം സൂക്ഷിച്ചു നോക്കുക കേട്ടോ. ഇവിടെ ഒരു +q ചാർജ് ഉണ്ട്, ഇവിടെ ഒരു -q ചാർജ് ഉണ്ട്. അവ തമ്മിലുള്ള ദൂരം 2a ആണ്. ഇത്രയും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതിന്റെ ആക്സിസിലുള്ള ഒരു പോയിന്റ്. അപ്പൊ നോക്ക്, ഈ -q-ന്ന് +q-ലേക്കാണ് ഡൈപോൾ മൊമെന്റ് പിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? ഇനി ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലൈൻ അങ്ങോട്ട് നീട്ടിയാല് ആക്സിസ്. ഇതാണ് ആക്സിസ്. ഈ ആക്സിസില് എവിടെയെങ്കിലും ഒരു പോയിന്റ് പി കൺസിഡർ ചെയ്യാം. ആ പി എന്ന പോയിന്റിന് ഈ ഇലക്ട്രിക് ഡൈപോളിന്റെ നടുവിൽ നിന്നുള്ള ദൂരം, ഈ പോയിന്റ് എന്താണ്? ഇത് സെന്റർ ഓഫ് ദ ഡൈപോൾ ആണ് കേട്ടോ. അവിടുന്ന് ഈ പോയിന്റ് പിയിലേക്കുള്ള ദൂരം 6 ആണ്. അപ്പൊ നമ്മൾ ഈ ചിത്രത്തിൽ എന്തൊക്കെയാ ഉള്ളത് നോക്കാം. ഒരു +q ചാർജ് ഉണ്ട്, -q ചാർജ് ഉണ്ട്. അവ തമ്മിലുള്ള ദൂരം 2a. അപ്പൊ ഇലക്ട്രിക് ഡൈപോള് വരച്ചു. എന്നിട്ട് നമ്മൾ ഈ ആക്സിസ് ഇങ്ങോട്ട് നീട്ടി കൊടുത്തിട്ട് അവിടെ ഒരു പോയിന്റ് പി വെച്ചു. ആ പിക്ക് ഈ ഡൈപോളിന്റെ നടുവിൽ നിന്നുള്ള ദൂരം 6 ആണ്. ചിത്രം മനസ്സിലായില്ലേ? ഇനി നമ്മൾ കാണേണ്ടത് ഈ പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? ദ ഫീൽഡ് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ 4 points ഓൺ ദ ആക്സിസ്. അപ്പൊ ഈ പി എന്നുള്ള പോയിന്റിൽ എത്രയാണ് ഇലക്ട്രിക് ഫീൽഡ്? നമ്മൾ നേരത്തെ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചപ്പോൾ പറഞ്ഞു, ഒന്നിൽ കൂടുതൽ ചാർജുകൾ ഉണ്ടെങ്കിൽ ഓരോന്നും കാരണം എത്ര ഫീൽഡ് ഉണ്ട് നോക്കിയിട്ട് അതിനെ കൂട്ടിയാൽ മതിയെന്ന്, അല്ലേ?
ആദ്യം നമുക്ക് നോക്കാം. ഈ പോയിന്റ് പിയില് -q ചാർജ് കൊണ്ട് എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും? -q എന്ന് പറഞ്ഞാൽ -qയിലേക്കാണ് ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ. അപ്പൊ ഈ -q എന്ന് പറഞ്ഞാൽ പി എന്ന പോയിന്റിൽ -q ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്. അത് ടുവേർഡ്സ് ദ നെഗറ്റീവ് ചാർജിന്റെ ഉള്ളിലേക്ക്. അപ്പോ ഈ -q is equal to -1/4 pi epsilon naught. -1 -q ആയതുകൊണ്ടാട്ടോ. 1/4 pi epsilon naught q by, കണ്ടോ ഈ -qയും പിയും തമ്മിലുള്ള ദൂരം എത്രയാണ്? ഈ ദൂരം r. ഈ പകുതിന്ന് ഇവിടേക്കുള്ള എത്രയാണ്? a. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു 2a എന്ന് എടുക്കാൻ കാരണം ഈ പകുതിന്ന് ഇങ്ങോട്ടുള്ള ദൂരം a ആയിരിക്കും, ഇങ്ങോട്ടുള്ള ദൂരവും a ആയിരിക്കും. അപ്പൊ പിയും -qയും തമ്മിലുള്ള ദൂരം ഇതുവരെ r ഉണ്ട്, ബാക്കിയുള്ള എന്താണ്? a. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ p ആൻഡ് -q എത്ര ആയിരിക്കും? a plus r ആണ്. r plus a. അപ്പൊ q by r plus a സ്ക്വയർ. p ക്യാപ് എന്ന് പറഞ്ഞാൽ പിന്റെ ദിശയിലാണ്. ഇനി ഈ പി എന്ന പോയിന്റിൽ +q ചാർജ് കാരണം എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്? അതിനെയാണ് ഈ +q എന്ന് കാണിച്ചിരിക്കുന്നത്. പോസിറ്റീവിൽ നിന്ന് പുറത്തേക്ക് അല്ലെ. അപ്പൊ ഈ ദിശയിലാണ്. അപ്പൊ ഈ +q 1/4 pi epsilon naught q by ഇതും തമ്മിലുള്ള ദൂരം എന്താണ്? ഇവിടുന്ന് ആകെ ഇതുവരെയുള്ള ദൂരം r. നമുക്കറിയാം നടുവിന്ന് ഇതുവരെയുള്ള a അല്ലെ. അപ്പൊ ഈ ആറിന്ന് a മൈനസ് ചെയ്താല് ഇതും തമ്മിലുള്ള ദൂരം കിട്ടിയില്ലേ? ക്യൂവും പിയും തമ്മിലുള്ള ദൂരം കിട്ടിയില്ലേ? അപ്പൊ ക്യൂവും പിയും തമ്മിലുള്ള ദൂരം കിട്ടാന് r minus a. അപ്പൊ 1/4 pi epsilon naught q by r minus a the whole square. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ഈ ചിത്രം കണ്ടാൽ അറിയാം പി ഈ ദിശയിലാണുള്ളത്. പിന്റെ നേരെ വിപരീത ദിശയിലാണ് ഈ -q. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ ഉള്ളത്. ഇവിടുന്ന് നമുക്കറിയാം പി ഉള്ള അതേ ദിശയിലാണ് ഈ +q ഉള്ളത്. അപ്പൊ അത് പോസിറ്റീവ് ആണ്. 1/4 pi epsilon naught q by r minus a the whole square just p cap. p ക്യാപ്പിന്റെ അതേ ദിശയിലാണ് കേട്ടോ. ഇനി ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിൽ ഈ +q plus ഈ -q അങ്ങനെ ഇട്ട് കഴിഞ്ഞാല്, ഞാൻ ആ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ഒന്നും ഇപ്പൊ പറയുന്നില്ല, നമ്മൾ ഫോക്കസ് ഏരിയ മാത്രമേ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് r is very much greater than a എന്ന് കാണുകയാണെങ്കിൽ, ഈ ഡൈപോളിൽ നിന്ന് വളരെ ദൂരെ ഒരു പോയിന്റാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ നമുക്ക് E is equal to 1/4 pi epsilon naught 2p by r cube into p cap എന്ന് പറയും. അപ്പൊ ഈ ഫോർമുല പഠിച്ചു വെക്കുക. E is equal to 1/4 pi epsilon naught 2p by r cube. അപ്പൊ due to a dipole, the electric field on its axial point or on a point on its axis is equal to 1/4 pi epsilon naught 2p by r cube. ഇവിടെ ശ്രദ്ധിക്കുക, p is equal to q into 2a. 2a എന്ന് പറയുന്നത് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ദൂരമാണ്. അതുപോലെ തന്നെ 1/4 pi epsilon naught-ന്റെ വാല്യൂ എത്രയാ? നമ്മൾ പ്രോബ്ലംസ് ചെയ്തപ്പോഴൊക്കെ ഉപയോഗിച്ചു. 9 into 10⁻⁹. ഇനി ഒരു പക്ഷേ നിങ്ങളോട് ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ ഡൈപോൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 മാർക്കിനുള്ള ചോദ്യമാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്നത് എഴുതിയാൽ മതി. ഈ ചിത്രം വരയ്ക്കുക, ഇത്ര എഴുതുക. 2 മാർക്കോ ചിലപ്പോൾ 3 മാർക്കോ സുഖമായിട്ട് കിട്ടും. ഡിറൈവ് ദ എക്സ്പ്രഷൻ ആണെങ്കിലും ഇത് എഴുതിയാൽ മതി കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലം നോക്കാം. ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം ആണ് കേട്ടോ. നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ നോക്കിയാലോ. 2 ഇലക്ട്രിക് ഡൈപോൾസ് ഓഫ് മൊമെന്റ് P and 64P are placed in opposite directions on a line at a distance 25 centimeter. അപ്പോ 2 ഡൈപോൾസ് ഉണ്ട്. ഒന്നിന്റെ മൊമെന്റ് P ആണ്. ഇതാ ഒന്ന്, ഒരു ഡൈപോൾ ആണ് കേട്ടോ. ഇതാ 2 ഗോളം, 2 ചാർജാ. ഇത് -q ഇത് +q ആയിരിക്കും. അതാണ് ദിശ. -qവിൽ നിന്ന് +qയിലേക്കാണ് P. അടുത്ത ഡൈപോൾ, സെക്കൻഡ് ഡൈപോൾ, ഇതും -q നിന്ന് +qയിലേക്കാണ് P. അതിന്റെ വാല്യൂ എത്രയാണ്? 64p ആണ്. അപ്പൊ ഇത് രണ്ടും വെച്ചു
അത് രണ്ടും തമ്മിലുള്ള ദൂരം 25 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈന്റെ നടുവിന്നും കൂടിയുള്ള ദൂരം 25 സെന്റിമീറ്റർ ആണ്. ഇത്രയാണ് ഈ സെന്റൻസ് പറഞ്ഞത്. ഞാനൊരു ചിത്രത്തെ വരച്ചിട്ടുണ്ട്. The electric field will be zero at a point between the dipoles. അപ്പൊ ഈ രണ്ട് ഡൈപോളിന്റെ നടുവില് n എന്നൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്നാണ് പറയുന്നത്. ഇനി കണ്ടുപിടിക്കുന്നത് എന്താ? Determine distance of that point from dipole of moment P. അപ്പോ ഇതിൽ ഈ മൊമെന്റ് പി എന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം എത്ര? അതാണ് എക്സ്. കണ്ടോ, ഈ ഡൈപോളിന്റെ നടുവിൽ നിന്ന് എന്നുള്ള പോയിന്റിലേക്കുള്ള ദൂരം എക്സ് എന്ന് എടുത്തു. ഇനി നമ്മൾ ഈ എന്നുള്ള പോയിന്റില് രണ്ട് ഡൈപോൾസും കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ രണ്ടും കൂടി കൂട്ടിയാൽ 0 കിട്ടും. അതാണ് E1 + E2 = 0. E1 എന്ന് പറഞ്ഞാൽ ഈ ഡൈപോള് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ്, E2 എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ഡൈപോള് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ്. രണ്ടും കൂടി കൂട്ടിയ 0 ആണ്. അത് രണ്ടും കൂടി കൂട്ടിയ 0 ആണെങ്കിൽ അത് രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കൂലേ? അപ്പൊ E1 = E2, അതിന്റെ രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും. കണ്ടോ, അവയുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഒന്ന് ഇങ്ങോട്ടാണ്, ഒന്ന് ഇങ്ങോട്ടാണ്. അപ്പൊ അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ അത് രണ്ടും കൂടി കൂട്ടിയാൽ 0 കിട്ടണമെങ്കിൽ അതിന്റെ രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. ഇനി നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് E1 നമ്മളിപ്പോ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടതാണ് അല്ലെ? 1/4πε0 2p/r³. അപ്പോ 1/4πε0 2p/r³. P എന്നാണല്ലോ ഈ ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റ്. ഇനി രണ്ടാമത്തതോ 1/4πε0 2 × 64p. കാരണം അതിന്റെ ഡൈപോൾ മൊമെന്റ് എത്രയാണ്? 64p. അപ്പൊ പിക്ക് പകരം 64p. ഇനി ഈ r³ അല്ല, സോറി, x³ എന്നുള്ളത് ഈ ഡൈപോളിന് ഈ പോയിന്റിലേക്കുള്ളത്. ഇനി ഇവിടുന്ന് ഈ സെക്കൻഡ് ഡൈപോൾ എടുക്കുമ്പോൾ ഈ നടുവിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം കാണണം. അപ്പൊ നമുക്കറിയാം ഈ രണ്ട് പോയിന്റും തമ്മിലുള്ള ദൂരം 25 ആണ്. അപ്പൊ ഇവിടുന്ന് ഇതുവരെ ഉള്ളത് എത്ര ആയിരിക്കും? 25 - x അല്ലെ? ഈ നടുവിന്ന് n വരെയുള്ള ദൂരം എത്ര ആയിരിക്കും? ഇതാകെ 25 അല്ലേ ഉള്ളത്? അതിന് x മൈനസ് ചെയ്താ പോരെ. അപ്പോ 25 - x (3). രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് ഇവിടെ നോക്കുക. 1/4πε0 1/4πε0 രണ്ട് സൈഡിലും ഉണ്ട്, വെട്ടിപ്പോവും. 2 രണ്ട് സൈഡിലും ഉണ്ട്, വെട്ടിപ്പോവും. p രണ്ട് സൈഡിലുണ്ട്, വെട്ടിപ്പോവും. ബാക്കി എന്തായിരിക്കും? 1/x³ ഉണ്ടാവും. 64 / 25 - x (3) ഉണ്ടാവും. ഇനി ഇവിടെ നമുക്ക് ഈ ക്യൂബ് ആവുമ്പോൾ സോൾവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാകെ ഒരു ക്യൂബ് റൂട്ട് എടുത്തു നോക്കാം. അപ്പൊ അത് 1/x = 64ന്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 4 × 4 × 4 ആണ് 64. 4 × 4 16 അല്ലേ? 16 × 4 എത്രയാ? 64. അപ്പൊ ഇതിന്റെ ക്യൂബ് റൂട്ട് 4 അല്ലേ? അപ്പൊ 1/x = 4/25 - x എന്ന് കിട്ടും. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x = 5 സെന്റിമീറ്റർ എന്ന് കിട്ടും. സെന്റിമീറ്ററിന് കൊടുക്കാൻ കാരണം ഇവിടെ 25 സെന്റിമീറ്ററിനാണ് കേട്ടോ, മറക്കണ്ട, മീറ്ററിനല്ല. ഒക്കെ കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് SI യൂണിറ്റിക്കൊന്നും മാറ്റേണ്ട കാര്യമില്ല. ഇങ്ങനെ തന്നെ സോൾവ് ചെയ്യാം. ഇനി അടുത്ത ടോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ അറ്റ് എ ഇക്വറ്റോറിയൽ പ്ലെയിൻ അറ്റ് എ പോയിന്റ് ഓൺ ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ. അപ്പൊ ഇവിടെ ആദ്യം ചിത്രം നോക്കാം. ഇവിടെ ഒരു +q ചാർജ് ഉണ്ട്, ഒരു -q ചാർജ് ഉണ്ട്. അതിന്റെ ഇക്വറ്റോറിയൽ പ്ലെയിൻ ആണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇക്വറ്റോറിയൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ചാർജിന്റെ നേരെ നടു ഡൈപോളിന്റെ സെന്റർ എടുക്കുക. എന്നിട്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു സ്ക്രീൻ ഇങ്ങനെ വെച്ചാല് അതാണ് ഇക്വറ്റോറിയൽ പ്ലെയിൻ. നടുവിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന പ്ലെയിൻ. ആ പ്ലെയിൻ ആണ് ഇവിടെ നമുക്ക് കാണാവുന്നത്. ഇനി ആ പ്ലെയിനിൽ ഒരു പോയിന്റ് നമ്മൾ P എന്ന് എടുത്തു. P എന്നുള്ള ഒരു പോയിന്റ് അവിടെ എടുത്തു. ഇനി ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്നാണ് നമുക്ക് കാണേണ്ടത്. മനസ്സിലായോ? അപ്പോ
ഇലക്ട്രിക് ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഡൈപോൾ എത്രയാണെന്ന് കാണണം. ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് കാണണം. അപ്പൊ നമ്മൾക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ പി എന്നുള്ള പോയിന്റില് +q ചാർജ് കൊണ്ട് എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് കാണണം, -q ചാർജ് കൊണ്ട് എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് കാണണം. അവയെ രണ്ടും വെക്റ്റർ ആയതുകൊണ്ട് അവയെ ആഡ് ചെയ്യണം. അതിന്റെ വെക്റ്റർ സം കാണണം. ആദ്യം നമുക്ക് കാണാം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു +q ആൻഡ് -q. +q കാരണമുള്ളത് എത്രയാണ്? 1/4πε0 q/r² + a². എങ്ങനെ r² + a² കാണുക? കണ്ടോ, ഇവിടുന്ന് ഇതുവരെയുള്ള ദൂരം, ഈ ദൂരാണ് കേട്ടോ എടുക്കേണ്ടത്. ഈ ഒരു ട്രയാങ്കിൾ നോക്കുക, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ, QPP. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിളിന്റെ ഈ ദൂരം ഹൈറ്റ് എന്ന് പറയുന്നത് r ആണ്. ബേസ് എന്ന് പറയുന്നത് ഇതാകെ 2a ആവുമ്പോൾ ഇത് a ആണ്. ബേസ് ഇസ് a, ഹൈറ്റ് ഇസ് r. അപ്പോൾ ഈ ദൂരം ക്യൂവിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം ഹൈപ്പോട്ന്യൂസ്. ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഓർ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ഈ ദൂരം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എത്രയായിരിക്കും? a² + r². ഇവിടെ നമ്മൾക്ക് ആ ദൂരത്തിന്റെ സ്ക്വയർ ആണ് കാണേണ്ടത്, അതുകൊണ്ടാണ് ജസ്റ്റ് r² + a² എന്ന് കാണിച്ചത്. അപ്പൊ ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, r² + a². ഇനി ഈ പി എന്ന പോയിന്റിൽ -q കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് E-q ഇസ് ഈക്വൽ ടു 1/4πε0 q/ ഇതേപോലെ തന്നെ ഈ റൈറ്റ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ബേസ് a ആണ്, ഈ ദൂരം ഹൈറ്റ് r ആണ്. അപ്പൊ ഈ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു r² + a². അപ്പൊ ഇത് രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. പക്ഷെ നമുക്ക് വെറുതെ അങ്ങോട്ട് ആഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല, കാരണം ഇതിന്റെ ദിശ കണ്ടോ, ഇങ്ങോട്ടാ. +q കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇതിന്റെ ദിശ കണ്ടോ, ഇങ്ങോട്ടാണ്. അപ്പോ ഇത് രണ്ടും രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുന്നത് പോലെ ആഡ് ചെയ്യണം. the components normal to the dipole axis cancel away. അപ്പൊ ഇത് രണ്ടും നോർമൽ ആയിട്ടുള്ള ക്യാൻസൽ ആയി പോവും, പക്ഷെ കോമ്പോണൻസ് അലോങ് ദ ഡൈപോൾ ആക്സിസ് ആഡ് അപ്പ്. അപ്പൊ ഈ മുകളിലേക്കും താഴേക്കും ഉള്ളത് ആഡ് ആയി കട്ടായി പോവും. ഇങ്ങോട്ടുള്ളത് എത്രയാണെന്ന് നോക്കാം. ഈ ഇലക്ട്രിക് ഫീൽഡ് അപ്പൊ E is equal to -EQ plus E plus E minus Q cos theta. അപ്പൊ അത് എത്രയാണ് കിട്ടുന്നത്? E is equal to 1/4πε0 -P/RQ. ഈ ഒരു ഫോർമുല നിങ്ങൾ പഠിക്കണം. പക്ഷെ പഠിക്കുമ്പോ എന്ത് ചെയ്യാ, ഇതിന് മുമ്പുള്ളതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചാൽ എളുപ്പം ഓർമ്മ വയ്ക്കും. നമ്മൾ കണ്ടു എലോങ് ദ ആക്സിസ് ഡൈപോൾ എത്രയാണ്? 1/4 ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? 1/4πε0 2p/r³ ആയിരുന്നു അല്ലെ, എലോങ് ദ ആക്സിസ്. ഇനി എലോങ് ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ എത്രയാണ്? 1/4πε0 -p/r³. അതായത് ആക്സിസിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണോ അതിന്റെ നേർ പകുതിയേ ഉള്ളൂ ഇക്വറ്റോറിയൽ പ്ലെയിനിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ 2 കൂടി ഉണ്ടായിരുന്നു ആക്സിസിൽ ഇലക്ട്രിക് ഫീൽഡ് എടുത്തപ്പോ. അപ്പൊ ഈ ഫോർമുല ഒന്ന് പഠിച്ചു വെക്കാം. അതേപോലെ തന്നെ ഒരു പക്ഷേ derive the electric field due to a electric dipole on a point on its equatorial plane എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിത്രം വരയ്ക്കുക, ഇത്രയും എഴുതുക, ആവശ്യത്തിന് മാർക്ക് കിട്ടും. ഇനി അടുത്തത് നോക്കാം. ഫോക്കസ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെറിവേഷനിലേക്ക് പോകുന്നില്ല. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഗോസസ് ലോ. ഗോസസ് ലോ പഠിച്ചു വെക്കുക കേട്ടോ, വളരെ എളുപ്പമാണ്. എന്താ ഗോസസ് ലോ? ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ് സർഫസ് phi is equal to q/ε0. നമ്മൾ പഠിച്ചു വാട്ട് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ് അല്ലെ. ഇലക്ട്രിക് ഫ്ലക്സിന്റെ സിമ്പിൾ ഫൈ, ഒരു വട്ടിടുക ഒരു വരയിടുക. ഫൈ എന്നാണ് ഇതിനെ വായിക്കുക കേട്ടോ. ഫൈ ആണ് ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു q/ε0. But total electric flux over a closed surface is phi is equal to q/ε0.
അപ്പോൾ ഒരു ക്ലോസ്ഡ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സിന്റെ അളവ് എന്ന് പറയുന്നത് Q എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള ചാർജ്. Q is the total charge enclosed. ആ ഒരു സർഫസിന്റെ ഉള്ളിലുള്ള ചാർജ് ശ്രദ്ധിക്കണം. ഉള്ളിലുള്ള ചാർജ് മാത്രമേ കൺസിഡർ ചെയ്യേണ്ടുള്ളൂ. നമ്മളൊരു ഗോളം എടുത്തു, അതിന്റെ ഉള്ളിൽ ചാർജ് ഒന്നുമില്ല, പുറത്ത് എത്ര ചാർജ് ഉണ്ടായിക്കോട്ടെ, പക്ഷെ അപ്പൊ അതിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് അതിൽ നിന്ന് പുറത്തു പോകുന്ന എത്ര ആയിരിക്കും? 0 ആയിരിക്കും. എന്നാൽ അതിന്റെ ഉള്ളിൽ ചാർജ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ആണ് Q. ഇനി the closed surface is called Gaussian surface. അപ്പോൾ ഈ എപ്സിലോൺ നോട്ട് എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ബട്ട് വാട്ട് ഇസ് ഗോസസ് ലോ എന്ന് വെച്ചാൽ ഇത്ര മാത്രം എഴുതിയാൽ മതി. The total electric flux over a closed surface is phi is equal to Q by epsilon naught, where Q is equal to the total charge enclosed. അത്രയും പറഞ്ഞാൽ മതി. അത് എളുപ്പല്ലേ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ. 3 അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പാഠത്തിലുള്ള ഫോക്കസ് ഏരിയ കഴിഞ്ഞു. അപ്പൊ അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ ആദ്യം നമ്മൾ കാണേണ്ടത് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. അതായത് ഒരു നീണ്ട വയർ, ചാർജ്ഡ് വയർ, ഒരു ഇലക്ട്രിക് ചാർജ് ഉള്ള ഒരു നീണ്ട വയർ. കണ്ടോ, ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഒരു നീണ്ട യൂണിഫോംലി ചാർജ്ഡ് വയർ, ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. ഇത് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് കാണാനാണ് നമ്മൾ ഗോസസ് ലോ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മളൊരു ഗോസിയൻ സിലിണ്ടർ, ഇങ്ങനെ ഈ യൂണിഫോംലി ചാർജ് ലോങ് സ്ട്രെയിറ്റ് വയറിന് ചുറ്റുമായി നമ്മളൊരു സിലിണ്ടർ കൺസിഡർ ചെയ്യുന്നു, ഒരു ഗോസിയൻ സിലിണ്ടർ. നിങ്ങൾ ഈ ചിത്രം വരച്ച് തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ ഈ ഗോസിയൻ സിലിണ്ടറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. അതിന്റെ ഇലക്ട്രിക് ഫീൽഡ്, ഇവിടുന്ന് പുറത്തേക്കുള്ള ഇലക്ട്രിക് ഫീൽഡും ഇങ്ങോട്ടുള്ളതും ക്യാൻസൽ ആയിരിക്കും. അപ്പോൾ ഈ കേർവ്ഡ് സർഫസ് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. അപ്പൊ അത് എത്രയാണെന്ന് കാണാൻ നമുക്ക് ഫ്ലക്സ് എത്രയെന്ന് നോക്കാം. ഫൈ ഇസ് ഈക്വൽ ടു Q by epsilon naught എന്നല്ലേ നമ്മൾ ഗോസസ് ലോ പഠിച്ചത്. പക്ഷെ നമ്മൾ മുമ്പ് പഠിച്ചു ഫൈ ഇസ് ഈക്വൽ ടു E into ഏരിയ. ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഇസ് ഡിഫൈൻഡ് ആസ് E dot A എന്ന് പറഞ്ഞു അല്ലെ, EA cos theta. അപ്പൊ ഇവിടെ നോക്കുമ്പോ ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ ഉണ്ടോ ഇങ്ങനെയാ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡും ഏരിയയും പെർപെൻഡിക്കുലർ ആണ്, cos 90 0 ആയിരിക്കും. അപ്പൊ ഈ സർഫസ് കൊണ്ട്, മുകളിലത്തെ സർഫസ് കൊണ്ട് ഒന്നുമില്ല. താഴെയും അതെ, ഇലക്ട്രിക് ഫീൽഡും സർഫസ് ഏരിയയും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അപ്പൊ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി, cos 90 0. അപ്പൊ ഈ മുകളിലത്തെയും താഴത്തേയും കൺസിഡർ ചെയ്യണ്ട, കേർവ്ഡ് ഏരിയ മാത്രം കണ്ടാൽ മതി. കേർവ്ഡ് സർഫസിന്റെ ഏരിയ എത്രയാണ്? 2πRL. അപ്പോ ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ് വയർ, ഫൈ ഇസ് ഈക്വൽ ടു E dot A എന്ന് പറയും. അതായത് E into 2πRL. R എന്ന് പറയുന്നത് ഈ ഗോസിയൻ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലേ, അതിന്റെ റേഡിയസ് ആണ്. L എന്ന് പറയുന്നത് ഈ സിലിണ്ടറിന്റെ ലെങ്ത് ആണ്, ഇസ് ഈക്വൽ ടു Q by epsilon naught. ഇനി Q എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് ആണ് അല്ലെ. സപ്പോസ് ദിസ് യൂണിഫോംലി സ്ട്രെയിറ്റ് ചാർജ് വയർ ഹാസ് എ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ. ഈ ലാംഡ എന്ന് പറഞ്ഞാൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ്. ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പൊ ഈ L എന്നുള്ള ലെങ്ത്തിന് എത്ര ചാർജ് ഉണ്ടാവും? L into ലാംഡ. അപ്പൊ Qന് പകരം നമ്മൾ എന്ത് എഴുതി? ലാംഡ into L. അപ്പോ E into 2πRL is equal to ലാംഡ L by epsilon naught എന്ന് കിട്ടി. അപ്പോ E is equal to എന്താ? ലാംഡ L by epsilon naught divided by 2πRL. അപ്പൊ L ക്യാൻസൽ ആയി, ലാംഡ ഡിവൈഡഡ് ബൈ 2π epsilon naught R. അപ്പൊ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ് വയർ.
അപ്പൊ ഇക്വേഷൻ പഠിച്ചു വെക്കുക. അപ്പൊ ചെറിയൊരു മാർക്കിന് ഡിറൈവ് and or find the electric field due to a infinitely long straight uniformly charged wire എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് ഈ ചിത്രം വരയ്ക്കുക, ഇത്രേ എഴുതുക കേട്ടോ. ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2πε0 r. ലാംഡ എന്താണ്? ലീനിയർ ചാർജ് ഡെൻസിറ്റി, ദ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ആർ എന്നുള്ള ഒരു ഡിസ്റ്റൻസിൽ നമ്മളൊരു സ്ട്രെയിറ്റ് വയർ വെച്ച ആർ എന്നുള്ള ഒരു ദൂരെ പോയാൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക ഇത്രയായിരിക്കും. ഇനി അടുത്തൊരു അപ്ലിക്കേഷൻ നോക്കാം. അപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ. ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്. അപ്പോൾ ഇവിടെ കാണാം ഒരു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഉണ്ട്. ആ ഷീറ്റിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാല് ചാർജ് പെർ സർഫസ് ഏരിയ, ചാർജ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ. ചാർജ് പെർ യൂണിറ്റ് സർഫസ് ഏരിയ ആണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. അത് സിഗ്മ എന്നുള്ള സിമ്പലാണ് അത് കാണിക്കാനുള്ളത്. അപ്പൊ ഇതാ ഇവിടെ ഉണ്ട് ഇങ്ങനെ. ഇനി നമ്മള് ഇതിന് കണ്ടുപിടിക്കാൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സിലിണ്ടർ ആണ്. കണ്ടോ, ഇത് ഈ സർഫസ് കണ്ടോ, അതിലൂടെ കടന്നു പോകുന്ന ഒരു ഇമാജിനറി സിലിണ്ടർ ആണ് ഗോസിയൻ സർഫസ് ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ചിത്രം നിങ്ങളൊന്ന് വരച്ച് തന്നെ പഠിക്കുക കേട്ടോ. ചിത്രം ഒന്ന് വരച്ച് പഠിക്കുക. ഇനി നമുക്കറിയാം ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഏരിയ. ഇനി ഇവിടെ കണ്ടോ 2a എന്നാണ് കൊടുത്തത്. എന്തുകൊണ്ടാ 2a എന്ന് കൊടുത്തത്? ഈ ഒരു സർഫസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ മുന്നിലും ഉണ്ട് ഏരിയ, പിന്നിലും ഉണ്ട് ഏരിയ. അപ്പൊ രണ്ട് ഭാഗത്തുള്ള ഏരിയ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ 2a എന്ന് ഏരിയ കൊടുത്തത്. അപ്പോൾ കൺസിഡർ ദിസ് യൂണിഫോംലി ചാർജ്ഡ് infinite plane sheet having surface charge density sigma. We are considering a Gaussian surface which is a cylinder having cross-sectional area A and passing through the surface. Our cross-sectional area A aana adu munnilum undu pinnilum undu. There is surface area in the front and at the back. That's why we are considering 2a. So E into 2a is equal to Q by epsilon naught. ഞാൻ പറഞ്ഞു ചാർജ് പെർ ഏരിയ സിഗ്മയാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പൊ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് എത്ര ആയിരിക്കും? സിഗ്മ ഇൻറ്റു എ ആയിരിക്കും. അപ്പൊ 2EA ഇസ് ഈക്വൽ ടു സിഗ്മ എ എപ്സിലോൺ നോട്ട്. എ രണ്ട് സൈഡിലും വന്നുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഇ ഇസ് ഈക്വൽ ടു 2 ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്ത സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട്. എൻ ക്യാപ് എന്ന് പറഞ്ഞാൽ നോർമൽ ആയിരിക്കും എന്നാണ്, ഇങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും എന്നർത്ഥം. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മള് ഈ സർഫസ് ചാർജിന്റെ അടുത്ത് ഇവിടെ നിന്നു എന്ന് വിചാരിച്ചു. അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ് അവിടെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട്. ഞാൻ ഇത്ര ദൂരെ പോയി നിന്നു, അപ്പോഴും സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട്. അതായത് ഞാൻ എത്ര ദൂരെ പോയാലും ഈ പ്ലെയിൻ ഷീറ്റിൽ നിന്ന് എത്ര ദൂരെ പോയാലും ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ മാറുന്നില്ല. അപ്പൊ ഈ സർഫസിൽ നിന്ന് നമ്മൾ എത്ര ദൂരെ പോയാലും ഇലക്ട്രിക് ഫീൽഡ് മാറുന്നേ ഇല്ല. പക്ഷെ നോക്കുക, ഈ ലൈൻ ചാർജിന്ന് ആർ എന്ന് പറഞ്ഞാൽ ഇന്ന് ദൂരെ പോകുന്നല്ലേ, ദൂരെ പോകും തോറും ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു കുറഞ്ഞു വരും. കാരണം ഡിവൈഡഡ് ബൈ ആർ എന്നാണ് ഉള്ളത് അല്ലെ. ഇനി നമ്മൾ ഡൈപോൾ എടുത്തപ്പോഴോ ബൈ ആർ ക്യൂബ്, അതിന്ന് ദൂരെ പോകും തോറും പെട്ടെന്ന് ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാതാവും, കുറയും. ഇനി ഒരു ഷീറ്റ് ആണെങ്കിലോ ആ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എത്ര ദൂരെ പോയാലും അതിലൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഈ ഷീറ്റിന് നമ്മൾ എത്ര ദൂരെയാ പോകുന്നേ എന്ന് വെച്ചിട്ട് എന്നതനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇനി ലാസ്റ്റ് ടോപ്പിക് ആണ് അപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ. ഫീൽഡ് ഡ്യൂ ടു ആൻ യൂണിഫോംലി ചാർജ് തിൻ സ്പെറിക്കൽ ഷെൽ. അപ്പോ ഇവിടെ കാണാം ഒരു സ്പെറിക്കൽ ഷെല്ലാണ് ഈ പച്ച കളറിലുള്ള ഷെൽ എന്ന് പറഞ്ഞാൽ ഗോളം. ഒരു ഫുട്ബോളൊക്കെ ആണെന്ന് വിചാരിക്കും. ഫുട്ബോളൊക്കെ ആകുമ്പോൾ അതൊരു സ്പെറിക്കൽ ഷെല്ലിന്റെ ഷേപ്പാണ് കേട്ടോ, ഒരു ഗോളമാണ്. അത് യൂണിഫോംലി ചാർജ്ഡ് ആണ്. അതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്നിട്ടു. സർഫസ് ചാർജ് ഡെൻസിറ്റി മുമ്പ് പറഞ്ഞ ഓർമ്മയുണ്ടോ? ചാർജ് പെർ സർഫസ് ഏരിയ.
ചാർജ് പെർ സർഫസ് ഏരിയ ആണ്. ഇനി നമ്മൾ ഗോസസ് ലോ ഉപയോഗിക്കുകയാണ്. അപ്പൊ ഇതിന് നമ്മൾ ആദ്യം ഗോസിയൻ സർഫസ് ഇതാ ഇതിനെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സ്ഫിയർ ഉണ്ടോ, ഒരു അടുത്ത സ്പെരിക്കൽ ഷെല്ലാണ്, ഒരു ഇമാജിനറി ഗോസിയൻ സർഫസ് നമ്മൾ ഇമാജിൻ ചെയ്യാണ്. അപ്പൊ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞു. അപ്പൊ ഇ ഇൻറ്റു 4πr². ഒരു സ്പിയറിന്റെ സർഫസ് ഏരിയ എത്രയാണ്? 4πr². അപ്പൊ ഈ ആർ എന്ന ദൂരത്ത് നമ്മൾ ഒരു പോയിന്റ് പി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റ് പി ഉൾക്കൊള്ളുന്ന ഒരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യുന്നു. അതിന്റെ സർഫസ് ഏരിയ 4πr² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു Q/ε0. ഫൈ ഈസ് ഈക്വൽ ടു Q/ε0 എന്നല്ലേ ഗോസസ് ലോ. ഇനി ഇവിടെ നമുക്ക് ഇ കാണണം. അപ്പൊ ഇ ഈസ് ഈക്വൽ ടു 1/4πε0 Q/r². ഇത് നല്ല കണ്ട് പരിചയമുള്ള ഇക്വേഷൻ ആണല്ലോ അല്ലെ. നമ്മൾ വെറുതെ ഒരു പോയിന്റ് ചാർജ് Q വെച്ചിട്ട് അതിന്റെ അപ്പുറത്തൊരു R എന്നുള്ള പോയിന്റ് വെച്ചാൽ അത് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാ? 1/4πε0 Q/r². അപ്പൊ നമ്മളൊരു ഷെല്ല് എടുത്തിട്ട് അതിന്റെ പുറത്തൊരു പോയിന്റ് എടുത്തിട്ട് അത് കാരണമുള്ള ഷെല്ല് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്ന് നോക്കിയാൽ എത്രയായിരിക്കും? അതിന്റെ നടുവില് അത്ര തന്നെ ഒരു ചാർജ് വെച്ചാല് അതുകൊണ്ടുണ്ടാവുന്നത് എത്രയാണോ അത് തന്നെ. അപ്പൊ പ്രത്യേകിച്ച് വേറൊരു ഫോർമുല ഒന്നും പഠിക്കണ്ട. ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ് സ്പിൻ സ്പെരിക്കൽ ഷെൽ will be same as the electric field due to a point charge kept at the center of that shell. ഒരേ ഫോർമുലയാണ് is equal to 1/4πε0 Q/r². ഇനി ഇതിന്റെ ഉള്ളില് ഷെല്ലിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാ? 0. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ ഈക്വൽ ടു 0. ഇനി ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. നമ്മള് ഒരു മിന്നലൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, ലൈറ്റ്നിങ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഏറ്റവും സേഫ് ഒരു വാഹനത്തിന്റെ ഉള്ളിലിരിക്കുന്നതാണെന്ന് പറയും. അതെന്തുകൊണ്ടാണെന്നറിയോ? ഒരു കാറ് അല്ലെങ്കിൽ അതുപോലെയുള്ള വാഹനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടക്ടർ കൊണ്ടാ, മെറ്റൽ കൊണ്ടാണ് അല്ലെ. ഒരു മിന്നൽ അടിച്ചു കഴിഞ്ഞാല് എന്താ സംഭവിക്കുക? ആ ചാർജ് മുഴുവൻ അതിന്റെ കണ്ടക്ടറിന്റെ മുകളിലാണ് ഉണ്ടാവുക. അപ്പൊ ആ കണ്ടക്ടർ ഉള്ള കാർ എന്ന് പറയുന്നത് ഒരു ഷെല്ല് പോലെ, അതിന്റെ ഉള്ളില് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അപ്പൊ ഒരു കണ്ടക്ടിങ് ഷെല്ല് അല്ലെങ്കിൽ കണ്ടക്ടിങ് ഹോളോ ഷെല്ലിന്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പൊ നമ്മളൊരു ലൈറ്റ്നിങ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ചാർജുകളെല്ലാം ആ കാറിന്റെ മുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കാറിന്റെ ഉള്ളിൽ, ഇൻസൈഡ് ദ കാർ or inside that conducting shell the electric field is 0. അപ്പൊ അവിടെ ഇരിക്കുന്നതാണ് ഏറ്റവും സേഫ്. മാത്രമല്ല വേറൊരു അപ്ലിക്കേഷൻ കൂടി ഇതിനുണ്ട് കേട്ടോ. നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട് എങ്കിൽ അതെപ്പോഴും ഒരു മെറ്റൽ പെട്ടിയുടെ ഉള്ളിലാണ് എടുത്തു വെക്കുക. എന്തുകൊണ്ടാ? ആ മെറ്റൽ പെട്ടി നമ്മൾ യാത്രയിലോ എവിടേക്കെങ്കിലോ പോകുമ്പോഴൊക്കെ സറൗണ്ടിങ് ചാർജസ് ഒക്കെ ഉണ്ടാവും, ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ മുകളിൽ ചാർജുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അകത്ത് ഇൻസൈഡ് ദാറ്റ് ഹോളോ ഷെൽ ഇലക്ട്രിക് ഫീൽഡ് 0. അപ്പൊ ആ ഡിവൈസ് പ്രൊട്ടക്റ്റഡ് ആവും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടക്ടിങ് ഷെല്ലിന്റെ ഉള്ളില് സാധനങ്ങൾ വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ വരുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ 1, 2, 3 പ്രാവശ്യം കാണുമ്പോൾ തന്നെ നോട്ട് എഴുതാം, ഡയഗ്രാംസ് വരയ്ക്കുക, ഇക്വേഷൻസ് എഴുതി പഠിക്കുക. എങ്കിൽ 6 മാർക്ക് തീർച്ചയായിട്ടും കിട്ടും.